നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഏതു നാടിൻ്റെയും ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും നിർണായകമാണ് ആ നാടിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല. വിദ്യാഭ്യാസ നിലവാരത്തിൽ ലോകോത്തരമാകാനുള്ള ശ്രമത്തിലാണ് കേരളം. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മുടെ സർവകലാശാലകളെ അനാവശ്യ രാഷ്ട്രീയ വിവാദത്തിൻ്റെ ഇടങ്ങളാക്കി മാറ്റാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. സർവകലാശാലകളെ നിയന്ത്രിക്കുന്ന സംസ്ഥാന സർക്കാർ ഒരു ഭാഗത്തും സാങ്കേതികമായി സർവകലാശാലകളുടെ ചാൻസലറായ ഗവർണർ മറുഭാഗത്തും എന്നതാണ് നിലവിലെ അവസ്ഥ. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഇത് തുടങ്ങിവെച്ചത്. ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ തുടക്കത്തിൽ സർക്കാരുമായി ചേർന്നാണ് നീങ്ങിയത്. എന്നാൽ ഈ ബന്ധം തകർന്നത് വളരെ വേഗത്തിലാണ്. വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കോടതിയിലാണ്. ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ തുടക്കം ഒരു സ്വകാര്യ സംഘടന കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ സംഘപരിവാർ സംഘടനകൾ ഉപയോഗിക്കുന്ന കാവ്യക്കൊടി പിടിച്ച ഭാരതാംബ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ അതൊക്കെ വിട്ട് സസ്പെൻഷനും പകരം ചുമതല നൽകലും അതും മാറ്റലും ഒക്കെയായി വീണ്ടും തർക്കത്തോട് തർക്കം നടക്കുകയാണ്. ഇന്നിപ്പോൾ അത് പ്രത്യക്ഷ സമരത്തിലേക്ക് കൂടി കടക്കുന്നു. SFI ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറുഭാഗത്ത് ഗവർണർ തൻ്റെ തീരുമാനവുമായി നിൽക്കുന്നു. അക്കാദമിക നിലവാരം ഉയർത്താനായി യോജിച്ചു പരിശ്രമിക്കേണ്ട ഗവർണറും സർക്കാരും ഇരുപക്ഷത്തായി നിന്ന് പോരാടുമ്പോൾ നഷ്ടമാകുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അക്കാദമിക നിലവാരമാണ്. ആരാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ, നമ്മുടെ യൂണിവേഴ്സിറ്റികളെ സമരക്കളമാക്കുന്നത്? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. കാസർഗോഡ് നിന്നും സന്തോഷാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ സന്തോഷ്, ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം ഉയർത്തുക എന്നുള്ളത് ഏതു നാടിനെ സംബന്ധിച്ച് ആ നാടിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷേ നമ്മുടെ ഇവിടെ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരാണ് നടക്കുന്നത്. സർവകലാശാലയിൽ അക്കാദമിക നിലവാരം ഉയർത്തുന്നതിനപ്പുറത്തേക്ക് അത്തരം രാഷ്ട്രീയ പോരിനുള്ള ഇടങ്ങളാക്കി നമ്മുടെ സർവകലാശാലകളെ മാറ്റുകയാണ്. എവിടെയാണ് നമുക്ക് പിഴച്ചത്? പിഴച്ചതെന്ന് വെച്ചാൽ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നത് ഈ രാഷ്ട്രീയക്കാർ തന്നെയാണ്. അവർക്ക് രാഷ്ട്രീയമാണ് വളർത്തേണ്ടത്. അവിടെ BJPക്ക് ഇവിടെ ഒരു രാഷ്ട്രീയം വളർത്താൻ പറ്റാത്തതുകൊണ്ടാണ് ആർലേക്കറെ കൊണ്ട് അവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖലകൾ പിടിച്ചെടുക്കുന്നത്. പിന്നെ എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളത്, വേറെ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇന്നലെ ജ്യോതി മൽഹോത്രയുടെ നമ്മൾ ചർച്ച നടത്തിയാൽ ജ്യോതി മൽഹോത്ര വി മുരളീധരന്റെ കൂടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു വീഡിയോ കൂടെ വന്നിട്ടുണ്ട്. അല്ല, നമ്മൾ ആ വിഷയം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത് വിട്ടു. നമുക്ക് ഓരോ ദിവസം ഓരോ വിഷയം, ആ വിഷയത്തിൽ നിൽക്കാം. അതെ, ഓരോ വിഷയം തന്നെ. അപ്പം സർക്കാർ അറിയണം എന്ന് നമ്മളെ ബാലകൃഷ്ണൻ. അല്ല, ശ്രീ സന്തോഷ്, താങ്കളുടെ ഒരു വികാരമൊക്കെ മനസ്സിലാക്കുന്നു. താങ്കൾ ഒരു വിഷയം കൂടി ചൂണ്ടിക്കാണിച്ചു, അതെല്ലാം ശരി. പക്ഷെ നമ്മുടെയൊക്കെ പൊതുവേദിയുടെ ഒരു പൊതു നിയമം എന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസവും ഓരോ വിഷയം എടുത്താൽ ആ വിഷയത്തിൽ നിൽക്കുക എന്നുള്ളതാണ്. ശരി, ഓക്കെ. എന്നാലും അത് വരാൻ ഇന്ന് അങ്ങനെ ഒരു ചിത്രം വരുമെന്ന് ഇന്നലെ അറിയുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇന്നലെ ചർച്ച ചെയ്യാമായിരുന്നു. ശരി, ഓക്കെ. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഈ തർക്കങ്ങളുമൊക്കെ ആയിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാനാണ് അത് തുടങ്ങി വെച്ചത്. ഈ രാജേന്ദ്ര അർലേക്കർ വന്നപ്പോൾ അദ്ദേഹം ആദ്യഘട്ടത്തിലൊക്കെ സർക്കാരുമായി ചേർന്നൊക്കെ പോയി. ഇപ്പോൾ വീണ്ടും അങ്ങനെ ഒരു തർക്കത്തിലേക്ക് പോകുന്നു. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയാകെ സംഘർഷഭൂമിയായി മാറുകയാണോ? നമസ്കാരമുണ്ട് സാർ. നമസ്കാരമുണ്ട്. പിന്നെ ഈ 9 കൊല്ലങ്ങളോളായിട്ട് ഇവിടെ ഇടതുപക്ഷ സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. ആ ഭരിക്കുന്നത് സഖാവ് പിണറായി വിജയൻ. അപ്പൊ അത് ദഹിക്കാത്ത പലരും ഇവിടെ ഉണ്ട്. അതിൽപ്പെട്ടൊരു കൂട്ടരാണ് ഇപ്പൊ കേന്ദ്രം ഭരിക്കണോല്. അതിന്റെ ഉദാഹരണമാണ് ആ ഇവിടെയൊക്കെ കാണാൻ വന്ന് കണ്ട് ആ മറ്റേ ബെയില് പാലത്തിമല കൂടിയൊക്കെ നടന്ന് അവിടെ കുട്ടികളൊക്കെ കണ്ട് ഒരാണ് അതുവരെ കൊടുത്തിട്ടില്ല നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അതല്ല നമ്മുടെ വിഷയം, ഇപ്പോൾ സർവകലാശാലയുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ അവര് ആക്കുന്നതാണ് ഈ ഒരു ഗവർണർമാരെ. അപ്പൊ ഒന്നിന്ന് എടുത്തു മറ്റേ ഒന്നിന്ന് പണ്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞു സാറിനോട്. അപ്പൊ സാറിന്റെ നാട്ടിൽ പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ പറയാനുള്ളത്, ആ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ സാധനം തുടങ്ങി വെച്ചതാണ് ഇത് മുഴുവൻ. അത് തുടങ്ങി വെച്ച് അതിലേറെ വലുത് ബടപ്പ വന്നു. ഇതും ഇതാക്കി ഇതിന്റെ വിദ്യാഭ്യാസം ഇവിടെ തകരുക. ഇന്ന് കുട്ടികളൊക്കെ കാട്ടിക്കൂട്ടിന് ഇന്നലെ കാട്ടിക്കൂട്ടി എന്നും. ഇനി ഇതിന്റെ എതിർകുട്ടികൾ വേറെ ഉണ്ട്, തല്ലുമുടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് എടുക്കുക. ഇതിന്റെ ഒക്കെ ഇതിന്റെ ഈ ഇടതുപക്ഷത്തിന് കണ്ടുകൂടാ എന്നുള്ള നിലക്കാണ് ഇതിന്റെ കളി. മുഹമ്മദ് മഞ്ചേരിയുടെ അഭിപ്രായമാണത്. ശ്രീ കണ്ണനാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ കണ്ണൻ,
ഈ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ലോകത്തോ ആകമാനം ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം ഉയർത്താൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളവും ആ വഴിക്കൊക്കെ തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യാം, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ സമയം ചെലവഴിക്കേണ്ടി വരുന്നത് ഇത്തരം തർക്കങ്ങൾക്ക് വേണ്ടിയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്തേ സാർ. നമസ്കാരമുണ്ട് സാറേ, കട്ട് ചെയ്തില്ല, ഞാൻ ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. പിന്നെ ഇപ്പം നമുക്ക് ഇവിടെ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെന്നുണ്ടെങ്കിൽ സ്കൂൾ കോളേജുകളിൽ ഇപ്പം നമ്മൾ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന പറഞ്ഞാൽ പാവപ്പെട്ട കുട്ടികളാണ്. മറ്റുള്ളവർക്ക് വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളും ഉണ്ട്. പക്ഷെ ഈ മക്കളോട് എനിക്കൊന്ന് പറയാനുള്ളത്, പിന്നെ നിങ്ങളുടെ അമ്മമാര് നൽകുന്ന മുലപ്പാല് സംശുദ്ധമാണ്, ഒരു വിഷവും ഇല്ലാത്തത്. പക്ഷെ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെയും മതസംഘടനകളുടെയും വിഷം ഏറ്റുവാങ്ങിക്കൊണ്ട് നിങ്ങൾ മറ്റൊരു വഴിക്ക് പോകരുത്. ഇപ്പം ഇന്ന് തന്നെ നമുക്കറിയാം, പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ് തെറിച്ചു വീഴുന്നതായിട്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബമുണ്ട്, അദ്ദേഹം ഒരു ജോലിയാണ് ചെയ്യുന്നത്. പക്ഷെ നാളത്തെ തലമുറകളാണ് നിങ്ങൾ, രാജ്യത്തിന്റെ കരുത്താകാനുള്ളവരാ. നിങ്ങൾ പഠിച്ചു വളരുക, ക്രമത്തിലേക്ക് നിങ്ങൾ പോകരുത്. പിന്നെ ഇവിടെ ഗവർണറെ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യം. ശരി, താങ്കളുടെ അഭിപ്രായം. ശ്രീ പീതാംബരനാണ്. ശ്രീ പീതാംബരൻ, താങ്കൾ എങ്ങനെയാണ് ഈ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ അനാവശ്യ തർക്കങ്ങൾ, അനാവശ്യ രാഷ്ട്രീയ വിവാദങ്ങൾ അതിൽപ്പെട്ട് ഉഴലുകയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയാകെ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ശ്രീ പീതാംബരൻ പറഞ്ഞോളൂ. ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോ. നമസ്കാരം. ഞാൻ പറയാം. അതെ, വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ രാഷ്ട്രീയക്കാരാണ് ഇവിടെ ഈ വൃത്തികേട് മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരാളെ തിരിച്ചു പറയാൻ പറ്റുന്നില്ല നമുക്ക്. എല്ലാ രാഷ്ട്രീയക്കാരും അവരുടെ വിദ്യാർത്ഥി സംഘടനകളെ ഉണ്ടാക്കി, നേതാക്കന്മാരുടെ മക്കള്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ മക്കള്, BJPയുടെ മക്കള്, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവർ രാഷ്ട്രീയം തിരിച്ചിട്ട് പിള്ളേരെ കുത്തിത്തിരിപ്പുണ്ടാക്കി തമ്മിലടിപ്പിക്കുക. ഇപ്പൊ ഈ പ്രശ്നത്തിൽ തന്നെ ഇവിടെ KSUവിനും SFIക്കും AVPക്കും എന്താ കാര്യം? അത് തീരുമാനിക്കാനുള്ള പേപ്പറുണ്ട്, അതിന്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, സബ് കമ്മിറ്റികളുണ്ട്. അവർ കൂടിയിരുന്ന് തീരുമാനിച്ച് എടുക്കാൻ പറ്റിയൊരു തീരുമാനമല്ലേ ഇത്? ഇത് രണ്ടാമത് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ സമരത്തിലിറങ്ങി ചോരക്കളമാക്കി കൊല്ലുകൊല നടത്തുന്നത് പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണ്. ഉള്ളവരുടെ വീട്ടിലെ മക്കൾ ആരുമില്ല, അവരെല്ലാം പഠിച്ച് ജോലിക്ക് പോകും. ഈ കുട്ടികളെല്ലാം നാളെ കുടിയും വെച്ചോണ്ട് കൂടാ ചിന്താവ വിളിക്കാൻ തീർക്കരുതേ. അപ്പൊ നമ്മള് കാരണവന്മാരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നമ്മുടെ പിള്ളേരെ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചാനലുകാരും എനിക്കൊരു കാര്യം പറയാറുണ്ട്. ഇത്തരം പിള്ളേരുടെ സമരം നടക്കുമ്പോൾ യാതൊരു കാരണവശാലും ക്യാമറയായിട്ട് ചെല്ലരുത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് വിഷയാവും, തമ്മിലടിയാവും, കിട്ടാൻ വേണ്ടി ഇതേ അങ്ങനെ കൊണ്ടൊരു കാര്യം ഇത് ഭയങ്കരമായിട്ടിരിക്കുക. ഇപ്പൊ പോലീസുകാർ പിടിച്ചു മാറ്റാൻ ചെന്നാൽ പോലീസുകാരുടെ മേലെ ഇപ്പൊ ബാരിക്കേഡ് വെക്കുന്നു. ബാരിക്കേഡ് തൊടാൻ പാടില്ലെന്നുള്ള നിയമം. ആ ബാരിക്കേഡ് തള്ളിയിട്ട് പോകണം. ശരി, ശ്രീ പീതാംബരൻ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ കമാൻഡർ മാത്യു അടൂറാണ്. ശ്രീ മാത്യു അടൂർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഞാൻ ഈ വിഷയത്തിൽ പറയാമെന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല മൊത്തത്തിൽ പൊളിഞ്ഞ് പാളീസായി കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് പോലും എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല. നമ്മുടെ കേരളത്തിലെ എൻട്രൻസ് എക്സാമിനേഷൻ റിസൾട്ട് വന്നത് ഇപ്പോഴാണ്. നമ്മുടെ പിള്ളേർ പ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഇപ്പം വിദേശത്തേക്ക് യാത്ര ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നു? കാരണം നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല മൊത്തത്തിൽ പൊളിഞ്ഞുപോയി. ഇവിടെ ഈ നേഴ്സിംഗിന് പിള്ളേർ പുറത്ത് പഠിക്കുന്നു, എഞ്ചിനീയറിംഗ് പിള്ളേർ പുറത്ത് പോകുന്നു. അങ്ങനെ പറയാൻ കഴിയുമോ? നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല രാജ്യത്തെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയല്ലേ? അതങ്ങനെ പൊളിഞ്ഞുപോയി പാളീസായി, കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ശരിയാണ്. പക്ഷെ അതെല്ലാം പൊളിഞ്ഞുപോയി പാളീസായി എന്നൊക്കെ പറയുന്നത് ശരിയാണോ? ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MCOM പാസ്സായ ഒരു മനുഷ്യനാണ്. 1990 എത്ര നല്ല കോളേജായിരുന്നു നമ്മുടെ. അത് നമ്മൾ ഇറങ്ങി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് പുറത്തു പോകാനും ജോലിക്ക് വേണ്ടി. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ കൃഷ്ണകുമാറാണ്, കരുനാഗപ്പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ കൃഷ്ണകുമാർ, ഈ കേരളത്തിലെ സർവകലാശാലകളെയാണ് ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഗവർണർമാരൊക്കെ രാഷ്ട്രീയ അവരുടെ അജണ്ടയ്ക്ക് വേണ്ടിയുള്ള ഒരു വേദിയൊക്കെ ആക്കി മാറ്റുന്നത് എന്നുള്ള ആക്ഷേപം ശക്തമാണ്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? അല്ല പോലെ സാറേ, നമ്മള് പുഷ്പനെ അറിയാമോ ഒരു പാട്ട് കേട്ടായിരുന്നു. ഇപ്പൊ എല്ലാം നമ്മൾ കേട്ടാ. ഈ ഇപ്പൊ സമരം നടക്കുന്നതിനകത്ത് ഒന്നേ കൃഷ്ണകുമാർ, അല്ലെ ബിജു, അല്ലെ കൃഷ്ണ. എന്റെ പേര് കൃഷ്ണകുമാർ എന്നാ. ഞാൻ ഈ
ഉന്നത വിദ്യാഭ്യാസ സമരം ഈ പുഷ്പനൊക്കെ സമരം ചെയ്യുന്ന സമയത്ത് സാറെ കരുനാഗപ്പള്ളി താലൂക്കിൽ ഞാൻ സമരം ചെയ്തതാണ്. അടി കൊണ്ട് എന്റെ തല പൊട്ടിയതാ പോലീസുകാരുടെ കയ്യിൽ നിന്ന്. പക്ഷെ അന്ന് ഇപ്പോഴറിയുന്നത് പിണറായി സഖാവിന്റെ മോള് അന്ന് ഈ സ്വകാര്യ വിദ്യാഭ്യാസ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുവാന്ന്. ഞാൻ തന്നെ മണ്ടനായി. സമരം കൂത്തുപറമ്പ് സമരം നടക്കുന്ന സമയത്താണോ? അതല്ലല്ലോ, അതിനൊക്കെ ശേഷമല്ലേ? അല്ല, അവരെ നേതാക്കന്മാരുടെ മക്കളെല്ലാം ഉന്നതങ്ങളിൽ പഠിക്കുന്നു. അന്നറിഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്, ആ സമയത്താണോ ഇപ്പൊ ഈ എന്ന് പറയുന്ന സംഘടനയുടെ നേതാക്കന്മാരെല്ലാം ഇപ്പം CPM നേതാക്കന്മാരുടെ മക്കളൊക്കെ എവിടെ പഠിക്കുന്നതെന്ന് അവര് തന്നെ ഈ പിള്ളേർക്ക് പോലും അറിഞ്ഞുകൂടാത്തൊരവസ്ഥയാണ്. കാരണം ചുമ്മാ സമരം ചെയ്യുക. പിന്നെ എന്തുവാണ് ഈ സമരത്തിനും കൊണ്ട്? പണ്ട് വിലക്കയറ്റത്തിനെതിരെ സമരം ചെയ്തതാണ് ഞാൻ. ഇപ്പൊ 400 രൂപയാണ് വെളിച്ചെണ്ണയ്ക്ക്, 1 കിലോ വെളിച്ചെണ്ണയ്ക്ക്. സമരം ചെയ്യാൻ കുറച്ച് വില കിട്ടില്ലേ? കുറച്ച് വില കിട്ടില്ലേ? ഒരു ഞങ്ങൾക്ക് വീട്ടിലുള്ളവർക്ക് നല്ലതല്ലേ? നല്ലതാ. ഞാനിപ്പോ പോലീസുകാരെ വിളിച്ച് വീട്ടിൽ തേങ്ങ ഇടുന്നതിന് ഈ സെക്യൂരിറ്റി നിൽക്കാം. കാരണം തേങ്ങ അടിച്ചോണ്ട് പോകുന്നൊരു സംശയം. സ്വർണ്ണത്തിന് നല്ല കാര്യമല്ലേ? മലയാളിയുടെ ഒരു കാലത്തെ ഏറ്റവും വലിയ വരുമാന മാർഗമല്ലായിരുന്നു ഒരു തെങ്ങ്? വീട്ടിൽ 2-3 തെങ്ങുണ്ടെങ്കിൽ ആ വീട്ടിൽ പട്ടിണിയില്ല സൂക്ഷ്മമായി കഴിയാവുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നില്ലേ? അതുകൊണ്ട് അപ്പൊ സമരം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. ഇവർ രണ്ടുപേരുടെ ഇപ്പം അതുകൊണ്ട് ആരും ഇതിനെപ്പറ്റി ചിന്തിക്കത്തില്ല ഈ വിലക്കയറ്റത്തെ കുറിച്ച്. കാരണം ഒരാള് ഭാരതാംബയും പറയും, ഒരാള് രാഷ്ട്രീയവൽക്കരണവും പറയും. അപ്പൊ രണ്ടുപേരും കൂടി സമരം ചെയ്യുന്നതുകൊണ്ട് രണ്ടുപേരും രണ്ടിടത്താണ് ഭരിക്കുന്നത്. അപ്പം ഈ വിലക്കയറ്റം പിള്ളേർക്ക് അറിഞ്ഞുകൂടാല്ലോ. വീട്ടിൽ അച്ഛൻ പോയി വേല ചെയ്തുകൊണ്ട് വരുന്നത്. ഞാനിപ്പോ എന്റെ മോന്റെ അടുത്ത് പറഞ്ഞു, അവൻ 4ാം ക്ലാസ് പഠിക്കോ, മോനെ സമരത്തിനൊന്നും പോകല്ലേ, ഇടി കൊണ്ട് നൂറുന്നതല്ലാതെ ഒരു കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയി ഇടി കൊണ്ട് പുഷ്പനേറിയാമോ ഈ പാട്ടും പാടിക്കൊണ്ട് അവൻ നടക്കുക. ഈ പുഷ്പനെ അറിഞ്ഞുകൂടാല്ലോ. അവൻ കട്ടിലെ കിടക്കുമ്പോഴും ബാക്കിയുള്ളവരെല്ലാം മന്ത്രിമാരുമായി നല്ല പണവും വാങ്ങിച്ചുകൊണ്ട് അവരെ സൂചിച്ചിരിക്കുന്നു. അവൻ ജാമാൻ കിടക്കുമ്പോഴും ചെന്ന് ചോദിക്കുക പുഷ്പനേറിയാമോ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ, ആദ്യം പിന്നെ നമസ്കാരം. പിന്നെ കിരൺ സാറ്, പിന്നെ മഴക്കാറിന് വ്യത്യാസമുണ്ടാ? പനിയാണ്, പനി മാറി അടുത്ത ദിവസം വരും. അതെ, വരട്ടപ്പ. പിന്നെ താങ്കളെപ്പോലെ നല്ല നോളേജും എക്സ്പീരിയൻസും ഉള്ള ആളാ. അപ്പൊ നല്ലത്. ഞാനന്ന് പറഞ്ഞ പോലെ ദീർഘായുസ് കൂടി എല്ലാവരും ദീർഘായുസോടെ. പിന്നെ അതായത് ആവശ്യത്തിന് ഏത് പാർട്ടിക്കാരോട് കൊണ്ട് ഞാൻ പറയാം, ആവശ്യത്തിനും അനാവശ്യത്തിനും സമരം ചെയ്തിട്ട് ഈ ചാനലിലെല്ലാം കാണുന്നില്ല ഇവരെ വിക്രിയും ഇതും താണ്ഡവും. എല്ലാ പാർട്ടിക്കാരും ഒരാളെ പറയുന്നില്ല. ആവശ്യത്തിന് വേണം. അപ്പൊ പിന്നെ എന്താ തേർഡ് കാര്യസ്ഥ ഗവൺമെന്റിന്റെ എന്തെങ്കിലും അങ്ങനെയുള്ള സംഭവിച്ചാൽ അതിന് കാണിക്കണം. ഇത് ആവശ്യത്തിനും അനാവശ്യത്തിനും ആകുമ്പോൾ ജനങ്ങൾ കുറെ കാണുന്നുണ്ട്. അന്നേരം ജനങ്ങള് അതിൽ പാർട്ടിയോടുകൂടി ചിലപ്പം ആ റെസ്പെക്ട് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാത്ത കളിയെല്ലാം കാണുമ്പോ വേണോ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ ദിവാകരൻ. ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്നും. ശ്രീ മോഹൻദാസ്, ഈ ഗവർണർ സർക്കാർ പോരിപ്പോൾ സർവകലാശാലകളുടെ പ്രവർത്തനത്തെ അടക്കം ബാധിക്കുന്ന തരത്തിലേക്ക് നീങ്ങുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? കിരൺ, നമസ്കാരം. നമസ്കാരമുണ്ട്. പിന്നെ ഈ എന്താ പറയാ, ഇതുവരെ ഇപ്പോഴും ഈ അതാണ് ഭരിക്കുന്ന സർക്കാരിന്റെ കയ്യിലാണ് യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ടാവുക. അതിന്റെ ഇടയ്ക്ക് ഇൻട്രൂഡർ എന്ന നിലയ്ക്ക് ഇപ്പൊ ഗവർണർ നേരത്തെ ആരിഫ് ഖാൻ വന്നു, ഇപ്പൊ ആർലേക്കർ വന്നു. അപ്പൊ അവരാണ് അതിന് വിത്തിട്ടത് ശരിക്കും പറഞ്ഞാല്. അപ്പൊ അത് ബാക്കിയുള്ളവർ ഏറ്റെടുത്തു, കുട്ടികൾ ഏറ്റെടുത്തു. ഇപ്പൊ ഇന്നലെ ഒരാൾ പറഞ്ഞു പൃഷ്ഠ അടിച്ചു പൊളിക്കുന്നു. അപ്പൊ കിരണന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇന്നിപ്പോ പൃഷ്ഠ അടിച്ചു പൊളിച്ചിട്ടില്ല, അതിന് പകരം തലോടലാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ പോലീസ് നിഷ്ക്രിയമായിട്ട് നിന്ന് അവർക്ക് യൂണിവേഴ്സിറ്റിക്ക് സംരക്ഷണം കൊടുക്കുന്നവര് ഇന്ന് അവിടെ സമരം ചെയ്യുന്നവർക്ക് സംരക്ഷണം കൊടുത്തിരിക്കുന്നത്. അത് എന്തായാലും ശരിയായില്ല. സമരം വേണം, അതൊക്കെ ശരി തന്നെയാണ്. അപ്പോൾ അക്രമാസക്തമല്ല, വല്ലാത്തൊരു വയലൻസ് ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അവിടെ അതിൻ്റെ അകത്ത് എടുക്കുന്നത്. പിന്നെ ഇപ്പൊ എന്തൊക്കെ തുറച്ചുണ്ടാവൂ ദൈവത്തിനറിയാത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ മോഹൻദാസ്. നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്ന്. ശ്രീ മഹി, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ യൂണിവേഴ്സിറ്റികളെ ഇത്തരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയ കിടമത്സരത്തിനുള്ള വേദിയാക്കി മാറ്റേണ്ടതുണ്ടോ? നമസ്കാരം സാറേ. പിന്നെ അതല്ല, ഗവർണർ അവിടെ RSS കാറ്റുള്ള പരിപാടി അത് നടക്കൂല. അത് ഗവർണറുടെ വീട്ടിലേ നടക്കുള്ളൂ, ഒരിക്കലും അവിടെ നടക്കൂല. പിന്നെ ഒരു കാര്യം, ഈ ക്യാഷ് വേണമെല്ലാം രാജസ്ഥാനിൽ രാജ്യസഭ മെമ്പർ BJP കൊടുത്തിട്ട് ഇവിടെ ആലപ്പുഴ ഒന്ന് ജയിച്ചവരാണ്. അപ്പോൾ ഇവിടെ BJP വളർത്തെടുത്ത് കോൺഗ്രസ് ആണ്. ഇത്രയേ ഉള്ളൂ. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം. ശ്രീ ബിനോയ് ആണ് കൊല്ലത്തുനിന്ന്. ശ്രീ ബിനോയ്, കേരളത്തിൽ ഗവർണർ ഒരു ഭാഗത്ത്, സർക്കാർ മറുഭാഗത്ത്, പക്ഷേ ഇവരുടെ എല്ലാം രാഷ്ട്രീയ മത്സരത്തിന് വേദിയാക്കുന്നത് കേരളത്തിലെ സർവകലാശാലകളെയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം കിരൺ. കിരണിന്റെ ചോദ്യത്തിൽ തന്നെ കിരൺ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു.
ഈ സംസ്ഥാനത്തെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ മുന്നിൽ നിൽക്കുന്ന ഈ സംസ്ഥാനത്തെ BJPയും CPMും രാഷ്ട്രീയം കളിച്ച് അതില്ലാതെ ആക്കുകയാണ്. ഒപ്പം കുറച്ച് SFIക്കാരെയും കൂടി വെച്ച് ഇത് വലിയൊരു പ്രശ്നമാക്കുകയാണ്. സത്യത്തിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും ഗവർണറും അല്ലെങ്കിൽ നമ്മളുടെ ഗവർണറിന് മുകളിലുള്ള ആരാണോ പ്രസിഡന്റൊക്കെ ഒരു പരാതി കൊടുത്ത് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ തെരുവിൽ കടന്ന് അടിക്കുന്നത്. സത്യത്തിൽ ഇതൊരു ശരിയായ രീതിയും പ്രവണതയും ഇല്ല. കാരണം നമ്മൾ ആ രജിസ്ട്രാറിനെ ഒരിക്കലും ഗവർണർ സസ്പെൻഡ് ചെയ്യുവാൻ പാടുള്ളതല്ല. ഒരു ഷോക്കോസ് നോട്ടീസ് കൊടുത്ത് ഒഴിവാക്കാവുന്ന കാര്യമായിരുന്നു. പക്ഷേ അത് ഗവർണർ നേരത്തെ ആരിഫ് ഖാൻ, ഇപ്പൊ നമ്മൾ ആലോചിക്കുന്നു തമ്മിൽ ഭേദം തുമ്മനായിരുന്നു എന്ന്. ഇപ്പൊ ആർലേക്കറിനൊക്കെയായി നല്ല ആൾ ആരിഫ് ഖാനാണെന്ന് തോന്നുന്നു. ആരിഫ് ഖാൻ ഉള്ള സമയത്തൊക്കെ നമുക്ക് തോന്നി ഈ ആരിഫ് ഖാനെ കണക്കൊരു ഡേഞ്ചർ ആയിട്ടൊരാളില്ല സംഘപരിവാർ. പക്ഷെ അതിനേക്കായി ഏറ്റവും വലിയ സംഘപരിവാറുകാരനാണ് ആർലേക്കർ. അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് പറയുന്നത് ഗവർണർമാര് ഒന്നാമത് നമുക്കറിയാം വെറും നോക്കുകുത്തികളാണ്. അവർക്ക് അവരുടേതായ ഒരുപാട് നിയമങ്ങൾ ഇടപെടുന്നതിനൊരു പരിമിതിയുണ്ട്. പക്ഷേ ഗവർണർ തോന്നുന്നത് അധികാരത്തിലൂടെ ജനങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിക്കുമൊക്കെ മുകളിലാണെന്നുള്ളതാണ്. പക്ഷെ രണ്ടുപേരും മുതിർന്ന ആളുകൾ, രണ്ടുപേരും പക്വതയുള്ള ആളുകൾ തമ്മിൽ ഇങ്ങനെ ഈ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ താഴെക്കിടയിലുള്ള ഇതേകണക്കുള്ള SFIക്കാരുടെ വീട്ടില് അവർക്ക് മക്കളുകളെ ഇല്ലാതെ ഈ ചർച്ചയിൽ തന്നെ പലരും പഴയ സംഭവങ്ങളൊക്കെ പറഞ്ഞിരുന്നത് എന്താണ് പുഷ്പനെ അറിയാമോ, വീണ്ടും ഒരു പുഷ്പനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് SFIയും CPMും കാണിക്കുന്നത്. എപ്പോഴും രക്തസാക്ഷികൾ ഉണ്ടായിരിക്കണം. BJPക്കാർ തിരിച്ചു ഒരു ഭാരതാംബയെ അവർ വെച്ച് അവരുടെ പാർട്ടി പരിപാടികളിലൊക്കെ അവർ നടത്തിക്കൊടുന്നേ ഒരു കുഴപ്പമില്ലല്ലേ. പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് നടത്തുകയും പിന്നെ അത് സാധാരണക്കാരായ ആളുകൾ വരുന്ന സ്ഥലമാണ് യൂണിവേഴ്സിറ്റി പഠിക്കുവാൻ വേണ്ടി, ഹയർ സ്റ്റഡീസ് ആവട്ടെ എന്താവട്ടെ. പക്ഷെ ഇത് രണ്ടുപേരും പക്വത ഇല്ലാതെയാണ് കാണിക്കുന്നത്. ഇത് BJP ആയാലും CPM ആയാലും. അത് കൂടാതെ ഇന്നും പ്രദീപ്, ഈ നമ്മുടെ സർവകലാശാലകളുടെ നിലവാരം ഉയർത്താൻ വേണ്ടി പരിശ്രമിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് ആ സർവകലാശാലകളുടെ ചാൻസലറും വൈസ് ചാൻസലർമാരും മറ്റുള്ളവരുമൊക്കെ ഈ ഒരു രാഷ്ട്രീയ കിടമത്സരത്തിന്റെ വേദിയാക്കി സർവകലാശാലകളെ മാറ്റുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അത് രാഷ്ട്രീയ കളിയല്ലേ. ഞാനൊക്കെ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ ഞാനന്ന് KSUലായിരുന്നു. അന്ന് നമ്മളെ വിളിച്ചുകൊണ്ട് ഈ സമരം ഉണ്ടാക്കാൻ വേണ്ടി പുറത്തുനിന്ന് വരെ ആൾക്കാർ വരും. എന്നിട്ട് അവിടുന്ന് പോയി സമരം ഉണ്ടാക്കി വേറെ സ്കൂളിലേക്ക് ജീപ്പ് വിളിച്ചു പോകും. അടുത്ത സ്കൂളിൽ ചെന്ന് സമരം ഉണ്ടാക്കിയിട്ട് നമ്മളവിടെ ഇടിച്ചു പോരും. ഇതായിരുന്നു പരിപാടി. പിന്നെ എന്തെങ്കിലും ഒരു പടം റിലീസാകുമ്പോഴും സമരമുണ്ട്, ബാത്റൂം കയറാണ് അതാണെന്ന് പറയും. ഇത് തീരം പരിപാടിയല്ലേ. ഇത് എന്തിരിക്കും കുറെ പിള്ളേരെ തലയടിച്ച് വിളിക്കാന്നല്ലാണ്ട് വേറെ ഇതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. അതാണ് സംഭവം. ഇതിനകത്ത് വേറെ ഒന്നും പറയാനും. അങ്ങനെ ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ അനിയൻകുട്ടൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? സാറേ നമസ്കാരം. നമസ്കാരം. നമ്മുടെ കേരളത്തിലെ ഈ സർവകലാശാലകളെല്ലാം നടക്കുന്നത്, സർവകലാശാലകളല്ല കോളേജിലും സ്കൂളുകളിലും ഒക്കെ നടക്കുന്നത് ഭയങ്കര രാഷ്ട്രീയക്കളിയാണ്. ഇത് പാർട്ടി നേതാക്കന്മാർക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഈ കുട്ടികളെ ഇറക്കി ഇവിടെ കാണിക്കുന്ന കോകമ്പിക്ക് ഈ BJPയും CPMും ഒറ്റക്കെട്ട ഇവിടുത്തെ അഴിമതിയും ഇവിടുത്തെ ദുർഭരണവും ഇവിടുത്തെ ഈ അഴിമതി ഭരണമൊക്കെ വെളി വരാതിരിക്കാൻ വേണ്ടി ഈ BJP ഇവരും കൂടെ ഇത് ഒത്ത കളിയാണെന്നുള്ളവരെല്ലാവർക്കും അച്യുതാനന്ദൻ പറയുന്ന പോലെ ഇത് ഒത്ത കളിയാണെന്നുള്ളവരും കേരളത്തിൽ ജനങ്ങൾക്ക് അറിയത്തിരുന്നതാണ് ഇവരിരിക്കുന്നത്. ഇവർ കേരളത്തിൽ ജനങ്ങളെ തീർച്ചയായും വിഡ്ഢികളാക്കുവാണ് BJPക്കാരെയും മുഖ്യമന്ത്രിയും ഈ ഗവർണറൊക്കെ കൂടി. ഇവരുടെ ഒരു കക്ഷി പറയുന്ന കേട്ടു BJP പറയുന്ന കോൺഗ്രസിന്റെ ശത്രു BJPയുടെ ശത്രു കോൺഗ്രസ്. ഇവരൊക്കെ ഇതൊക്കെ എടുത്ത് കാണുന്നേ ഈ നമ്മുടെ രാജ്യത്തെ ഈ കേരളത്തിലെ കുട്ടികളെ പഠിപ്പിച്ച് ഉന്നത സ്ഥലങ്ങളിൽ അവരെ നാളത്തെ ഭാവിയിലേക്ക് അവർ വളർന്നു വരട്ടെ. ഇവർ ഇവിടുത്തെ ഭരണമെല്ലാം ഇല്ലാതാക്കി. വ്യക്തമാണ്. ശ്രീ സജീവാണ് കൂത്താട്ടുകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സജീവ്, കേരളത്തിലെ യൂണിവേഴ്സിറ്റികളും ഒരു ഭാഗങ്ങളെ കരുവാക്കിക്കൊണ്ട് ഗവർണർ സർക്കാർ പോര് നേരത്തെയും കണ്ടതാണ്. ഇപ്പോൾ അത് അതിന്റെ മറ്റൊരു രൂപത്തിൽ വീണ്ടും അവതരിച്ചിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? കിരൺ സാറെ, ഞാൻ പലപ്പോഴും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ കിട്ടുന്നത് യാദൃശ്ചികമായിട്ടാണ്. പക്ഷെ എനിക്കിപ്പോ പറയാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് സാർ, ഇതൊക്കെ ഉണ്ടല്ലോ ഈ സമരമുറ, ഇതിപ്പോ പണ്ട് നടത്തിക്കൊണ്ടിരുന്ന പോലെ ഇപ്പോഴും നടത്തി. ഇപ്പൊ ഞാൻ പറയും, കേരളം കലുഷിതമായി നിൽക്കുന്ന ആരോഗ്യ പ്രശ്നവും മറ്റു പ്രശ്നങ്ങളൊക്കെ ഭരണം ഏറെക്കുറെ ഒരു സ്തംഭനാവസ്ഥ നിൽക്കുന്ന സമയത്ത് ഒരു പ്രശ്നം പൊക്കിക്കൊണ്ടുവന്ന് അതിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്നുള്ള മെയിൻ അജണ്ട ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഈ ഗവർണർ കാണിക്കുന്നത് അത് RSSO അല്ലെങ്കിൽ RSSുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങിൽ
കാണിക്കേണ്ടത് നമ്മുടെ പൊതുവേദിയിലോ അല്ലെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ കാണിക്കുന്നത്, അതായത് ദേശീയ പതാകയ്ക്ക് പകരം ഭാരതാംബയാണെന്നും പറഞ്ഞുകൊണ്ട് അവർ കാവിക്കൊടിയാണ് കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാനൊരു UDF-കാരനെന്നുള്ള നിലയിൽ എനിക്ക് തീർച്ചയായിട്ടും എതിർപ്പുണ്ട്. പക്ഷെ ഇപ്പൊ ഈ കാണിക്കുന്നത് ഇവർ തമ്മിലുള്ള ഒരു ഒത്തുകളിയാണോന്ന് ഭയങ്കര സംശയമില്ലേക്കില്ല. ഞാനൊരു UDF-കാരനാണ്, പക്ഷേ എങ്കിൽ തന്നെയും ഉണ്ടല്ലോ ഇതിനെ ഒരു കാരണവശാലും ഞാൻ അനുകൂലിക്കില്ല. ഇത് സമരം ചെയ്യുന്നത് ഇതൊക്കെ ഒരു ശ്രദ്ധ തിരിക്കാനുള്ള ഒരു മാർഗമായിട്ട് തന്നെ കണക്കാക്കും. ഇപ്പൊ കഴിഞ്ഞ ഇച്ചിരി മുമ്പ് ഒരാൾ പറഞ്ഞത് കേട്ടു, അത് കോൺഗ്രസ്സുകാരാ വളർത്തണമെന്ന്. ഒരു പാർട്ടിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ കൂടിയാണ് ഒരു പാർട്ടി വളരുന്നത്. അതുപോലെ ഒരു പ്രശ്നം ഉണ്ടാക്കി ഒരു പാർട്ടി ഇവിടെ വളർത്തി ഇവർക്ക് പിന്നെയും തുടർപ്പന മൂന്നാമത് എന്ന് പറഞ്ഞ് ഇതൊരു നാട്ടുകാരെ പറഞ്ഞ് പറ്റിക്കുന്ന ഒരു രീതി. അതായത് പല തവണ പറഞ്ഞ് പട്ടിയെ പേപ്പട്ടിയാക്കി പിന്നെ അതിനെ തല്ലിക്കൊല്ലുന്ന ഒരു രൂപത്തിലേക്ക് അതാണ് CPM-കാരുടെ ഒരു മെയിൻ അജണ്ട. അതിന്റെ കൂടെ ഈ മറ്റേ RSS അല്ലെങ്കിൽ BJP കൂട്ടു നിൽക്കണം. RSS അല്ലെങ്കിൽ BJPക്ക് മെയിൻ ശത്രു കോൺഗ്രസ്. അതിവിടെ എല്ലാവർക്കും അറിയാം. അത് മറച്ചു പിടിച്ച് ഇവരുടെ മുഖ്യനായിട്ടുള്ള രഹസ്യ ബാന്ധവം അത് മറച്ചു പിടിക്കാനായിട്ട് പാർട്ടി നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ നിവൃത്തിയില്ലാണ്ട് സജീവ് ശ്രീ മധുവാണ് പാലക്കാട് നിന്ന്. മധുവിലേക്ക് കടക്കും മുമ്പ് നമുക്ക് യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ജയകുമാർ നമസ്കാരം. ഗോളാന്തര യാത്ര നമസ്കാരം. കിരൺ ഗോളാന്തര യാത്ര നമസ്കാരം. തെമ്മാടികളുടെ അഴിഞ്ഞാട്ടം കാരണം നമ്മുടെ കുട്ടികളെ കോളേജുകൾ വിടാൻ ഭയമാകുന്നു. ഏത് കോളേജിൽ നോക്കിയാലും SFIയുടെ അഴിഞ്ഞാട്ടവും തെമ്മാടിത്തരവും കൂടുന്നു. അതിന് ഭരണപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണയെന്ന്. ശ്രീ ഗോളാന്തരം, അങ്ങനെ കേരളത്തിൽ SFI എന്ന് പറഞ്ഞ വിദ്യാർത്ഥി സംഘടന ഉള്ളതുകൊണ്ട് കുട്ടികളെ ഒന്നും കോളേജിൽ വിടാൻ ഭയപ്പെടേണ്ടതില്ല. ഇത്തരം വിദ്യാർത്ഥി സംഘടനകൾ, അത് SFI ആയാലും KSU ആയാലും ഒക്കെ അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരുപാട് സമരങ്ങളൊക്കെ നടത്തി അവർ നേടിയെടുത്ത അവകാശങ്ങളുടെ പുറത്താണ് ഇപ്പോഴും നിൽക്കുന്നത്. അതിൽ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ നിലയിലൊക്കെ ഈ നാടിനെ എത്തിക്കുന്നതിൽ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അവരെ അങ്ങനെ തെമ്മാടിക്കൂട്ടങ്ങളായിട്ടൊന്നും കാണേണ്ടതില്ല. അവരൊക്കെ ഈ നാടിൻ്റെ നിർണായകമായ ഘട്ടത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകിയവരാണ് കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എല്ലാ കാലത്തും, സ്വാതന്ത്ര്യത്തിന് മുമ്പായാലും ശേഷമായാലും എല്ലാം. ഇത് സർക്കാർ സ്പോൺസേഡ് സമരമാണ്, കുട്ടിസഹാക്കളെ കൊണ്ട് സമരം ചെയ്യിക്കുകയാണ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ സമരം ചെയ്യുന്ന SFI ആണെങ്കിലും കാരണക്കാർ ഗവർണറാണ് എന്ന് പറയുന്നത് രഘുനന്ദനൻ തിരുമുല്ലാമാരവാണ്. സർക്കാർ സ്പോൺസേഡ് സമരം എന്ന് പറഞ്ഞത് കുട്ടൻ വെട്ടിക്കവലയാണ്. അതോടൊപ്പം തന്നെ ജയകുമാർ, ഇതൊരു പ്രസ്ഥാനം ഇവിടെ ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇവിടെ പഠിച്ചേനെ എന്നൊക്കെ പറയുന്നു. അത് ഇവിടുത്തെ കുട്ടികൾ ഇവിടെ പഠിക്കാത്തതും ഈ പ്രസ്ഥാനവുമായിട്ട് എന്താണ് ബന്ധമെന്ന് മനസ്സിലാവുന്നില്ല. പഠിച്ചാൽ കുട്ടികൾ ജോലി നേടിപ്പോവും, ഇവിടെ കുട്ടികൾ ക്ലാസ്സിൽ കയറാതെ നടക്കുന്നതാണ് രാഷ്ട്രീയ താല്പര്യമെന്ന് രേഖ ഓമനക്കുട്ടൻ പറയുന്നു. പോലീസ് സമ്പൂർണ്ണ പരാജയമെന്ന് അഭിലാഷ് NS പറയുന്നു. അതോടൊപ്പം തന്നെ ഗോളാന്തര യാത്ര പറയുന്നു, ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കുട്ടികളെയും ഇപ്പോൾ യൂറോപ്പിൽ വിട്ടാണ് പഠിപ്പിക്കുന്നത്, അവർക്ക് ഇനി ഇവിടെ തിരിച്ചു വരണ്ട എന്ന് പറയുന്നു. ഗോളാന്തര യാത്ര, നിങ്ങളുടെ കുടുംബത്തിലെ കുട്ടികൾക്കൊക്കെ യൂറോപ്പിൽ വിട്ട് പഠിപ്പിക്കാനുള്ള ആസ്തി കാണും. അത് ഈ കേരളത്തിൽ താങ്കളും താങ്കളുടെ കുടുംബവും ഒക്കെ ജീവിച്ചതുകൊണ്ട് ഇവിടെ ഉണ്ടാക്കിയ സമ്പത്ത് കൊണ്ട്, താങ്കളുടെ പൂർവികരൊക്കെ ഇവിടെ പഠിച്ചുണ്ടാക്കിയ സമ്പത്ത് കൊണ്ടൊക്കെ അത്തരം ഉണ്ടായി കാണും. അതുകൊണ്ട് ബാക്കിയുള്ള സാധാരണക്കാരുടെ മക്കളെ ഒന്നും യൂറോപ്പിൽ വിട്ട് എല്ലാവർക്കും ഒന്നും പഠിപ്പിക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് അവരൊക്കെ ഈ നാട്ടിൽ പഠിച്ചോട്ടെ, അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായം കൂടി നന്നായി പോകണം എന്നുള്ളത് കൊണ്ടാണ് ഈ നാട്ടിൽ ഇത്തരം ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതൊക്കെ. എന്തായാലും എന്തിനാണാവോ നാളെ ഭാരത് ബന്ദ് കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടി നടത്തുന്ന മണ്ടു എന്നൊക്കെ ഗോളാന്തര യാത്ര. ഇതൊക്കെ താങ്കൾ ഈ ചാനലൊക്കെ അല്ലെങ്കിൽ പത്രങ്ങളോ ഓൺലൈനോ ഒക്കെ വായിച്ചാൽ എന്തിനാണെന്ന് മനസ്സിലാവില്ലേ? ഇത് ഇവിടെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അതോടൊപ്പം തന്നെ ഒരു സമരം നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത പോലീസാണോ സംസ്ഥാനത്ത് ക്രമസമാധാനം സംരക്ഷിക്കുന്നതെന്ന് ഗ്ലാഡിയേറ്റർ ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ പിണറായിയുടെ പോലീസും പിണറായിയുടെ SFIക്കാരും ഇത് ഒരു നാടകമാണ്, CPM എന്ന പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന നാടകം, എന്തായാലും പോലീസിനെ കൊണ്ട് നടക്കില്ല എന്ന് ഹെനൻ ഹരിദാസ് ആണ് പറയുന്നത്. പോലീസ് SFIക്ക് കീശി എന്താണ് പറയുന്നത്, ആരെന്ത് പറഞ്ഞാലും അങ്ങനെ ചില കമന്റുകൾ കൂടിയൊക്കെ എന്തായാലും ഇതിനകത്തുണ്ട്. നമുക്ക് മധുവിലേക്ക് തന്നെ വരാം. ശ്രീ മധു, താങ്കളുടെ അഭിപ്രായം പറയാം. പറഞ്ഞോളൂ സാറേ. അതിനിപ്പോ ഒരു 10 മാസം നമ്മൾ ഇതെല്ലാം കാണേണ്ടിയും കേൾക്കേണ്ടിയും വരും. ഇതിനെക്കാട്ടിലും സമരങ്ങൾ കൂടും. കാരണം തെരഞ്ഞെടുപ്പുകളുടെ ഘോഷയാത്ര വരാൻ പോകുകയല്ലേ. അധികാരം കയ്യിലുള്ളവർക്ക് നഷ്ടപ്പെടാതിരിക്കണം, പുറത്തുള്ളവർക്ക് അധികാരത്തിൽ വരണം. ഇതിനുള്ള തന്ത്രങ്ങൾ, ഇത് പണ്ട് പയറ്റിയ പോലെ കുട്ടികളെ സമരത്തിന് ഇറക്കുക, ആ സമരം കൊണ്ട് നേടിയെടുക്കുക, എന്നിട്ട് മറ്റുള്ളവർ സൂചിക്കുക. അത്രേ ഉള്ളൂ സാറേ. ഇതിനല്ലാതെ വേറൊന്നും സംഭവിക്കില്ല. ഇതെല്ലാം ഈ പൊറാട്ട് നാടകങ്ങൾ കാണാനും കേൾക്കാനുമാണ് നമ്മുടെ യോഗം സാറേ. പിന്നെ പറഞ്ഞോ, നമ്മുടെ പൊതുവേദിയുടെ പേരൊന്ന് മാറ്റേണ്ടി വരുമെന്നൊരു സംശയമുണ്ട്. ജഗദീഷ് ശ്രീകുമാർ കിലുക്കത്തിൽ പറയുന്ന ചകട ആക്കേണ്ടി വരുമെന്നൊരു സംശയം. എങ്ങനെയാണ്?
ചകട 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 ബയ്യ ബയ്യ അതൊക്കെ സ്വാഭാവികമല്ലേ. മനുഷ്യരുടെ അഭിപ്രായം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമല്ലേ. അല്ലാതെ എല്ലാവരും അഭിപ്രായം പറഞ്ഞു പോകുമ്പോൾ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമല്ലേ. അല്ല, ഓരോരുത്തർക്ക് പറയാനുള്ളത് അവര് പറഞ്ഞോണ്ട് അവര് പോയിക്കോട്ടെ. അതിനെ നമ്മൾ അങ്ങേരെ പേര് വിളിക്കുക, കുടുംബത്തിനെ വിളിക്കുക, കിടക്കേണ്ടത്. ഇതിന്റെ ഇടയിൽ ആളുകളൊക്കെ എല്ലാവരെയും ഒരേപോലത്തെ ആളുകളാണോ? അല്ലല്ലോ. നിയമസഭയിൽ പോലും അങ്ങനെയൊക്കെ ഉണ്ടാവാറില്ലേ. അതൊക്കെ സ്വാഭാവികമാണ്. ഒരു പരിധി വിടരുത്. എല്ലാത്തിനും നമ്മളെ എല്ലാവരും വിളിക്കുന്നവരായാലും അത്ര ഒരു പരിധിയിൽ നിൽക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ തന്നെ കഴിയും. ശ്രീ കൃഷ്ണകുമാറാണ്, കൊല്ലങ്കോട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ കൃഷ്ണകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ യഥാർത്ഥത്തിൽ സർവകലാശാലകളെ ഈ രാഷ്ട്രീയ മത്സരത്തിനുള്ള ഇടങ്ങളാക്കി മാറ്റുന്നത് ശരിയാണോ? അത് ശരിയാണോ ചോദിച്ചാൽ അത് വ്യക്തമായ ഒരു അഭിപ്രായത്തിന്റെ പേരിലാണ് ഇങ്ങനെയുള്ള ഒരു ഗവർണറെ കേരളത്തിലേക്ക് കെട്ടിയിറക്കിയിരിക്കുന്നത്. അവരത് ബോധപൂർവം ചെയ്യുന്നതാണ്. കാരണം ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു വഴിവെട്ടി അതിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വേറൊരാളെ കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്. നിരന്തരം ഇടതുപക്ഷ ഗവൺമെന്റിനെ താഴ്ത്തി കാണിക്കുക, അതൊക്കെയാണ് ഇതിന്റെ ഒരു ഇത്. അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയും ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക, എന്തെങ്കിലും ഒരു അവസരം ഉണ്ടാക്കി ഈ ഗവൺമെന്റിനെ പിരിച്ചുവിടാനുള്ള കാരണം ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ഗവൺമെന്റ് BJP ഗവൺമെന്റ് കാണുന്നത്. അതിന് ഒറ്റ ചില ആൾക്കാരെ കൊണ്ടുവരുന്നത് ഇപ്പോൾ സമകാലിക അല്ല, അതുണ്ടാക്കിയെടുക്കുക. അങ്ങനെയാണല്ലോ സംഭവങ്ങൾ സംഭവിക്കുന്നതാണല്ലോ. ശരി, ഓക്കെ. ശ്രീ അരവിന്ദാക്ഷനാണ് പാലക്കാട് നിന്നും. ശ്രീ അരവിന്ദാക്ഷൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ അരവിന്ദാക്ഷൻ, താങ്കൾക്ക് കേൾക്കാമെന്ന് തോന്നുന്നു. എന്തായാലും താങ്കളുടെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഒരു ചെറിയ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി രാഷ്ട്രീയ വിവാദങ്ങൾ നിൽക്കുകയാണ്. ചാൻസലർ, ഗവർണർ ഒരു ഭാഗത്തും മറുഭാഗത്ത് സർക്കാരും എന്ന നിലയ്ക്ക് ഇപ്പോൾ കേരള സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് ഇതൊക്കെ നീങ്ങുകയാണ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് പറയാനുള്ളത്, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്തില് അത്ര മോശമൊന്നുമല്ല. പണ്ട് മുതലേ അല്ല, ഇപ്പോഴും അല്ല, ഇനി അങ്ങനെ ആവത്തുമില്ല. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഒരു പ്രത്യേക അജണ്ടയോടുകൂടി, പ്രത്യേക ഉദ്ദേശത്തോടുകൂടി കേരളത്തിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇതിനൊന്നും പറ്റാത്ത ചില ആൾക്കാരെ ഈ ഗവർണർ കസേരയെ കൊണ്ട് പിടിച്ചെത്തിയിരിക്കുന്ന ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യക്ക്. അത് സാധിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ കാര്യം. നമുക്കറിയാം, പല യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ അവര് സിലബസ് ഒക്കെ മാറ്റുന്നു, ചരിത്രം മാറ്റി എഴുതുന്നു, പലതിനെയും വളച്ചൊടിക്കുന്നു. അതായത് ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം വരെ, മഹാത്മാഗാന്ധിയുടെ മരണം വരെ വളച്ചൊടിച്ച് അവർക്ക് അനുകൂലമായ രീതിയിൽ നോക്കാൻ ശ്രമിക്കുന്ന കാലത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഗവർണറായിട്ടിരിക്കുന്നത് ആ ഒരു ഓഫീസ്, പക്ഷേ ചാൻസലർ എന്നുള്ള പദവിയിൽ ഇരുന്നുകൊണ്ട് കാണിക്കുന്നത് അതിനേക്കാൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെയാണ്. നമുക്കറിയാം, നമ്മുടെ ഇതിനു മുമ്പുണ്ടായിരുന്ന ഗവർണർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അത് പലതും പിന്നെ ആ ഗവർണർ കാണിച്ച തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലൊരു ഗവർണർ ഉണ്ട്. തമിഴ്നാട്ടിലെ ഗവർണർ ചെയ്തിരിക്കുന്നതെല്ലാം ആ സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരായിട്ട് അവരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട ആരാണോ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഇത് നഴ്സറി പിള്ളേരൊന്നും അല്ല അവിടെ സമരം ചെയ്യുന്നത്. വിവരവും വിദ്യാഭ്യാസം ഉള്ളവരും അറിവുള്ളവരും ചിന്തിക്കുന്നവരും പുരോഗമനമായിട്ട് ചിന്തിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവരെ സംബന്ധിച്ച് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ സമരം ചെയ്യും. സമരം ചെയ്യുന്നത് കൊണ്ട് വിദ്യാഭ്യാസ രംഗം കുളമാകുമെന്നോ വിദ്യാഭ്യാസ നിലവാരം കുറയുമെന്നോ ചിന്തിക്കുന്നത് വളരെ തെറ്റായ കാര്യമാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ള ചിന്തകൾ തെറ്റാണ്. ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ താൽക്കാലിക VC ഇരുന്നിട്ട് അതിനു പകരം പിന്നെ അതിനു പകരം വരുന്ന ഒരു താൽക്കാലിക VC അവർ കാണിക്കുന്നതെല്ലാം നമ്മുടെ പൊതു താല്പര്യങ്ങൾക്കെതിരും സംസ്ഥാന തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ താല്പര്യങ്ങൾക്കെതിരുമായിട്ടാണ്. അത് ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സമരം തീർച്ചയായിട്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ളത് കേരള സമൂഹത്തിന്റെ, വിദ്യാർത്ഥി സമൂഹത്തിന്റെ അത്യാവശ്യ ഘടകമാണ്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ തള്ളിപ്പറയാനോ മോശമെന്ന് പറയാനോ ചെയ്യുന്ന ഒന്നും ശരിയായ കാര്യങ്ങളല്ല. അവർ ശക്തമായിട്ട് ഇതുവരെ കണ്ട സമരങ്ങൾ പോലെയല്ലോ ഇപ്പൊ കണ്ട സമരം. ഇന്ന് കണ്ട സമരം അക്രമാസക്തമായില്ല. അവർ ശക്തമായിട്ട് സമരം ചെയ്തു. അതിനോട് ആരും അഭിപ്രായ വ്യത്യാസം. ശ്രീ കൃഷ്ണൻകുട്ടി, ഇന്നലെ താങ്കൾ പറഞ്ഞതുപോലെ പുഷ്ടം അഴിച്ചു പൊളിക്കാൻ പോലീസുകാർ നിന്നില്ല. അവർ വളരെ അവർക്കൊപ്പം, സമരക്കാർക്കൊപ്പമാണ് നിന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പോയത്. അല്ലാതെ അക്രമ സമരമായി മാറാത്തത് ഒരു മാതൃക എന്നൊന്നും പറയേണ്ടതില്ല. കട്ട് ചെയ്ത് കളയല്ലേ. ഞാൻ ഇന്നലെ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യേണ്ട ഒരു സാഹചര്യം ഇന്നത്തെ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയില്ല. ഇന്നത്തെ സമരക്കാരല്ല. ഇന്ന് സർവകലാശാലയിൽ ഇത് KSUക്കാരാണ് സമരം ചെയ്തെങ്കിൽ ഇങ്ങനെയാണോ പോലീസ് ചെയ്യിക്കുന്നത്? അല്ലല്ലോ. KSUക്കാർ സമരം ചെയ്താലും
ആര് സമരം ചെയ്താലും അക്രമാസക്തമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ലല്ലോ നിൽക്കുന്നത്. അതൊക്കെ സമരം ചെയ്തു എന്നല്ലേ പരിചയമുള്ള ആളാണല്ലോ താങ്കൾ. എന്തായാലും താങ്കൾ ഏതെങ്കിലും സാധനം നശിപ്പിക്കുകയോ അതുപോലെ എന്തെങ്കിലും നാശങ്ങൾ കാണിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മളെല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. സമരം ചെയ്തത് മുദ്രാവാക്യം വിളിച്ചു, അവിടെ പോയി ഇരുന്നു, അതല്ലേ അവർ ചെയ്തത്. അതിനവരെ തല്ലേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ചെയ്യുന്നത് KSU ആയാലും BJPയുടെ വിദ്യാർത്ഥി സംഘടനയായാലും ആരായാലും അവരെ തല്ലരുത് അങ്ങനെയൊന്നും അല്ല ശ്രീ കൃഷ്ണൻകുട്ടി. ഇത് സമരം ചെയ്യുന്നത് ഇതിന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആ തരത്തിലാണ് പോലീസ് SFI സമരത്തോട് അനുഭാവപൂർണ്ണമായ നിലപാടാണ് സ്വീകരിച്ചത്. അല്ലാതെ സമരത്തോട് അങ്ങനെ തന്നെ ഏത് സമരത്തോടും സ്വീകരിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്ന അഭിപ്രായം. അല്ലാതെ KSU സമരം ചെയ്താലോ നാളെ മറ്റാരെങ്കിലും സമരം ചെയ്യുമ്പോഴോ അവരെ തല്ലി തകർക്കുക, ഇവരെ തല്ലി തകർക്കാതിരിക്കുക എന്നുള്ള, ഇവരെയും തല്ലരുത് അവരെയും തല്ലരുതെന്നാണ് പറയുന്നത്. അല്ലാതെ ഇവരെയും കൂടി തല്ലണമെന്നല്ല പറയുന്നത്. അതിന്റെ ബാക്കി കൂടെ പറഞ്ഞിട്ടേ കട്ടിയാവുള്ളൂ. അതായത് ഇന്നത്തെ സമരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 4-3-7 പേര് മാത്രമുള്ള സമരമല്ല. പിന്നെ കോൺഗ്രസ്സുകാരൊക്കെ സമരം ചെയ്ത് 4-3-7 പേരായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇതുപോലെ ശക്തമായ സമരം ചെയ്യാനുള്ള വിദ്യാർത്ഥി ഇതുപോലെ ഇതിനേക്കാൾ ശക്തമായ കോൺഗ്രസ്സുകാരൊക്കെ എത്ര തവണ സമരം ചെയ്തിരിക്കുന്നു. അതെല്ലാം തള്ളിക്കളയുന്നത് ശരിയാണ്. ഞാൻ പറഞ്ഞ വിദ്യാർത്ഥി സമരത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അതാ വിദ്യാർത്ഥി സമരം ചെയ്തിട്ടില്ലേ? ഇത്രയും കുട്ടികളെ കൂട്ടാനും വിദ്യാർത്ഥികളെ കൂട്ടാനും കേരളത്തിൽ ഈ SFIക്ക് അല്ലാതെ വേറൊരു സംഘടനയും കഴിയുകയില്ല. ശരി ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾ പറയുന്ന ഞാനത് കൂട്ടാത്തേ കഥയൊന്നും അല്ല പറഞ്ഞത്. സമരത്തോട് പോലീസ് സ്വീകരിക്കുന്ന രീതിയാണ് പറഞ്ഞത്. സമരത്തോട് ആരെയാലും എതിരാളികളായാൽ പുഷ്ടം അടിച്ചു പൊളിക്കാം എന്ന് താങ്കൾ ഇന്നലെ പറഞ്ഞത് ശരിയല്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഇന്നും പറഞ്ഞത്. ഇന്ന് സമരം SFIക്കാരോട് സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് KSUക്കാരോടും സ്വീകരിക്കേണ്ടത്. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവരെയും അടിച്ചു പൊളിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ശരി, ശ്രീ ഡേവിഡ് വിജയാണ് പള്ളുരുത്തിയിൽ നിന്നും. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ആരും പറയാത്തൊരു വിഷയമാണ്. പറഞ്ഞോളൂ. ഈ ഭാരതമാസം എന്ന് പറയുന്നത് അന്ന് ഈ പ്രശ്നം തുടങ്ങിയത് നമ്മുടെ എന്താണ് ഹാളിൽ വെച്ചു എന്നും പറഞ്ഞിട്ട്. അതെ, ഇത് RSSന്റെ കുത്തകയൊന്നുമല്ല. ശാന്തിനികേതൻ എന്ന് പറഞ്ഞ് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച ശാന്തിനികേതൻ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ നെവിയൊക്കെ വരച്ച ചിത്രമാണ്. 1905 മുതൽ അത് നിലവിലുണ്ട്, സ്വാതന്ത്ര്യത്തിന് മുമ്പ്. ആ ചിത്രമല്ല ഇവരുപയോഗിക്കുന്നത്. ആ ചിത്രം മറ്റൊരു ചിത്രമാണ്. ആ ചിത്രവും ഇപ്പോൾ ഉപയോഗിക്കുന്ന ചിത്രവുമായി യാതൊരു ബന്ധവുമില്ല. തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതൊരു ദേശീയ പ്രസ്ഥാനത്തിന് അന്ന് ഒരു വലിയ പ്രചോദനമാണ്. അതെ, ഭാരത് മാതാവിന്റെ സങ്കല്പം ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രചോദനമായതാണ്. ഇന്ത്യക്കാർക്ക് അതൊരു വൈകാരികമായ ഒരു പ്രയോഗം കൂടിയായിരുന്നു. ഇവരെ ഈ കുട്ടി സഖാക്കളെ ഒന്നാമത് പ്രോത്സാഹിപ്പിക്കുന്നവർ മനസ്സിലാക്കണം, അവർക്ക് വേണ്ട സ്റ്റഡി ക്ലാസ് കൊടുക്കണം. ഇപ്പൊ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇന്ദിരാഗാന്ധി ഇതിനൊന്നുകൊണ്ട് അവരുടെ പേരിലുണ്ട്. ഇന്ദിരാഗാന്ധിയെ കണ്ണെടുത്താ കണ്ടുകൂടാത്തവർ, അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരൊക്കെ എത്ര പേരുണ്ട്. അവർ ഭാരത് മാതാവിന്റെ ചിത്രം പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഇത്ര കലമ്പുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഭാരത മാതാവിന്റെ ഭാരത് മാതാവ് എന്ന് പറഞ്ഞ് വെച്ച ചിത്രം അത് ഒരു സംഘടനക്കാർ അംഗീകരിക്കുന്ന ഒരു ചിത്രമാണ്. അതാണ് പ്രശ്നത്തിന് കാരണം. ബംഗാളിലെ CPM ഉണ്ടായിരുന്നല്ലോ. കേട്ടില്ല. ബംഗാളില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നാണല്ലോ. അവിടെ ഈ ചിത്രം ഉണ്ടല്ലോ. അവിടെ ബംഗാളില് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ശാന്തിനികേതൻ. ശ്രീ ഡേവിഡ് വിജയ്, അത് താങ്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. താങ്കൾ ഇന്റർനെറ്റിലും സെർച്ച് ചെയ്താൽ കിട്ടും. ആ ചിത്രവും ഈ ചിത്രവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് കടലും കടലാടിയും പോലുള്ള ബന്ധം മാത്രമേ ഉള്ളൂ അതില്. ഈ രണ്ട് ചിത്രങ്ങൾ തമ്മിൽ അതിൽ യാതൊരു ബന്ധമില്ല. ഇത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ഒരു സംഘടന, അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. അവർ അതിന് ആ ഒരു സങ്കല്പത്തിൽ കാണുന്നു. പൊതുവായി അങ്ങനെ ഒരു സങ്കല്പമല്ല അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സങ്കല്പമാണ്. ഇതേപോലെയുള്ളതുണ്ട്. ഇത് ഈ സഖാക്കളുടെ P. ഗോവിന്ദപിള്ളയെ പോലെയുള്ള മര്യാദയ്ക്ക് നടത്താനുള്ള പാർട്ടിയുടെ ആചാര്യന്മാരില്ല ഇവര്. താങ്കൾ എന്തായാലും അതൊന്ന് നോക്കി ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുരേന്ദ്രൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരം. ഈ വിഷയം ഈ ആർലേക്കർ വന്നിട്ടുള്ള വിഷയം തുടങ്ങുന്നത് മന്ത്രി പി പ്രസാദിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മുടെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചാണ് തോന്നുന്നു ഇത് തുടങ്ങുന്നത്. അന്നാണ് ഇതിന്റെ തുടക്കം. ഇതിനു മുന്നേ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. സർവകലാശാല ഈ മുഹമ്മദ് ആരിഫ് ഖാൻ പോയതിനു ശേഷം ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നൊട്ടാണ് ഈ പി പ്രസാദിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ശ്രീ സുരേന്ദ്രൻ. പക്ഷെ അതൊരു ആ നിലയിൽ തന്നെ തുടരട്ടെ. അത് കോടതിയിൽ കിടക്കുന്ന കാര്യം, അങ്ങനെ അതിന് പരിഹാരമൊന്നും കണ്ടില്ലെങ്കിലും പ്രശ്നം വഷളാക്കുന്ന ഒരു നിലപാട് രാജേന്ദ്ര അർലേക്കർ സ്വീകരിച്ചിട്ടില്ല അതിനു മുമ്പ്. അതാ ഞാൻ പറഞ്ഞത്. പ്രശ്നങ്ങള് മുൻ ഗവർണർ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന അതൊന്നും അദ്ദേഹം പരിഹരിച്ചിട്ടില്ല. പക്ഷെ സാമാന്യം നല്ല രീതിയിൽ യോജിച്ചൊക്കെ ആയിരുന്നു രണ്ടുപേരും പോയത്. അല്ല, പിന്നെ അദ്ദേഹത്തിന്റെ ഒരു വാശി എന്തായിരുന്നു അറിയോ? പിന്നെ നമ്മുടെ ശിവൻകുട്ടി വിദ്യാഭ്യാസ മിനിസ്റ്റർ ഇതേമാതിരി തന്നെ ഒരു ഫംഗ്ഷനിൽ വീണ്ടും അദ്ദേഹം അത് വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും ചെയ്തു. അവിടെ നിന്നാണ് ഇത് രൂക്ഷമാവാനുള്ള കാരണം.
അവിടുന്ന് ശിവൻകുട്ടി സാറ് അത് ആ സ്റ്റേജിൽ വെച്ചിട്ട് തന്നെ പറഞ്ഞ് അവിടുന്ന് വാക്കൗട്ട് ചെയ്ത് പോരണു. അവിടുന്ന് ഇത് വിഷയം കൂടുതൽ സങ്കീർണമാവണു. പിന്നെ അതിന്റെ വാശിയിൽ പിന്നെ അദ്ദേഹം ചെയ്ത ഒരു പരിപാടിയിലാണ് സെനറ്റ് ഹാളിൽ ഇത് ചെയ്തത്. ഇവിടെ സംസാരിച്ച എല്ലാവരും പറഞ്ഞു അവര് ചെയ്തത് തെറ്റാണ് എന്ന് ഭൂരിഭാഗം ആൾക്കാർ ഇവിടെ പ്രതികരിച്ചത് ചെയ്തു. പിന്നെ അതിനെതിരെ സമരം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണ്. ചില സംഘടനകൾക്ക് പറ്റില്ല, ചിലപ്പോ അവർക്ക് വിദ്യാർത്ഥികൾ സ്വാഭാവികമായും സമരം ചെയ്യും. യാതൊരു സംശയമില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു സമരത്തിന് വേണ്ടിയുള്ള സമരത്തിന്റെ കാരണവും രാഷ്ട്രീയ പക്ക രണ്ട് പാർട്ടികൾ തമ്മിലുള്ള തർക്കത്വമാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ്. അതിന്റെ പേരിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഈ തരത്തിലേക്ക് മാറരുത് എന്നുള്ളതാണ് വിഷയം. സാർ ഇത് രാഷ്ട്രീയ തർക്കമാണോ? സാറ് പറയുന്നത് ഈ ഭാരതാംബയുടെ ഈ ചിത്രം ആ ഭൂപടം വെക്കുന്നത് ശരിയാണോ? ഒരു സെനറ്റ് ഹാളിൽ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിൽ ഈ ചിത്രം വെച്ചതാണ് പ്രശ്നം. അത് അവിടെയാണ് പ്രശ്നം. ആ ഭൂപടം നമ്മുടെ നേരത്തെ ഒരു അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല. ആ ഭാരതാംബയുടെ ചിത്രം രവീന്ദ്രനാഥ് ടാഗോറിന്റെ അന്ന് ദേശീയ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നത് അതല്ല ഇവിടെ വെക്കുന്നത്. അതാണ് ഇവിടെ വെക്കേണ്ടത്. അവിടെ അത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നമില്ലല്ലോ. ഇവിടെ ഈ വെച്ച ഈ ചിത്രത്തിനാണ് പ്രശ്നം തുടങ്ങുന്നത്. പിന്നെ നേരത്തെ ഒരു പ്രതികരണം കേട്ടു പോലീസിന്റേത്. ഇതേമാതിരി തന്നെ സെക്രട്ടേറിയറ്റ് നടയിലെ ഒരു സമരം ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ അവര് അന്ന് എത്ര പ്രലോഭനം ഉണ്ടാക്കിയിട്ടും പോലീസ് ഒന്നും ചെയ്തില്ല. അന്ന് പോലീസ് രക്തത്തിൽ കുളിച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ഇവരിപ്പോ ഞാൻ പറഞ്ഞ സമരങ്ങളിൽ ഉണ്ടാവും. അവർക്ക് അടി കിട്ടുകയാണെങ്കിൽ അടി മേടിക്കാൻ തയ്യാറാണോ? അവര് നിയമലംഘനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അടി കിട്ടേണ്ടതായിരുന്നു. ഇവിടെ നിയമലംഘനം ഞാൻ നോക്കിയിട്ട് ഒരു വാതിലും ചവിട്ടി പൊളിക്കുകയോ അല്ലെങ്കിൽ ഒരു ജനല ചവിട്ടി പൊളിക്കുകയോ പോലീസിനെതിരെ കല്ലെറിയുകയോ. അങ്ങനെയൊന്നുമല്ല ശ്രീ സുരേന്ദ്രൻ, വാതില് ചവിട്ടി പൊളിച്ച് തന്നെയാണ്. പുറത്ത് പോലീസുകാർ നിൽക്കുമ്പോൾ പോലീസുകാർ എണ്ണത്തിൽ കൂടുതലുണ്ടായ പോലീസുകാരുടെ മുന്നിൽ കൂടെ തന്നെയാണ് ആളുകൾ അകത്ത് കടന്നതും അവർ വന്ന് വാതിൽ തള്ളി തുറക്കുന്നതും ഒക്കെ. അതൊന്നും സമരത്തിൽ വിദ്യാർത്ഥി സമരത്തിൽ അതൊന്നും ചെയ്യുന്നതിനെ ആരെ അടിച്ച് തലപൊട്ടിക്കണം എന്നല്ല പറയുന്നത്. ഏത് സമരത്തോടായാലും വിദ്യാർത്ഥി സമരത്തോട് ഏത് കാലത്ത് ഏത് പോലീസായാലും അവർ മാന്യമായി പെരുമാറണം. അല്ലാതെ പോലീസുകാരുടെ സായുധ ബലം കാണിക്കേണ്ടത് ഏത് പാർട്ടി ആയിക്കോട്ടെ വിദ്യാർത്ഥികളുടെ തലയിലല്ല. സാറ് പറഞ്ഞ ഒരു സെക്കൻഡ് കൂടി ഞാൻ പറഞ്ഞോട്ടെ. സാറ് പറഞ്ഞ വാക്കുണ്ടല്ലോ, തള്ളി തുറക്കുന്നതും ചവിട്ടി പൊളിക്കുന്നതും ആ വിഷ്വലാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. കാണാൻ താങ്കൾക്ക് സർവകലാശാല ഇതേ സർവകലാശാല പഠിച്ച ആളാണ് ഞാൻ. ചാനൽ മാത്രമല്ല, അതെ മനോരമ വേറെ ക്യാപ്സ്യൂൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ക്യാപ്സ്യൂൾ ഇറക്കി വെക്കുന്നതല്ല. ഈ സർവകലാശാലയുടെ ഈ വാതിൽ വരെ വിദ്യാർത്ഥികൾ പോകാനിടയായത് പോലീസിന് ഫ്രണ്ടിൽ തടയാൻ കഴിയായിരുന്നുകൊണ്ട് തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. ചവിട്ടി പൊളിച്ച് ചില്ലുകള് ചവിട്ടി തകർത്ത് ജനലുകള് തല്ലി തകർത്ത് അതിന്റെ മുകളിൽ കയറി എന്നാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ ചാനൽ മാത്രമല്ല, ഞാൻ എല്ലാ ചാനലും കാണാറുണ്ട്. അത് ഇതില് അഭിപ്രായം കിട്ടാൻ പറയുന്നത് ഇവിടെയാണ്. സുരേന്ദ്രൻ, താങ്കൾ പറഞ്ഞത് വ്യക്തമായി. ഞാൻ ഇത്രയും കാര്യമായി മാത്രമേ പറയുന്നുള്ളൂ. ഏത് വിദ്യാർത്ഥികൾ സമരം ചെയ്താലും വിദ്യാർത്ഥി സമരത്തിലൊക്കെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചെറുപ്പക്കാർ സമരം ചെയ്യുമ്പോൾ അത്തരം പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അവരുടെ തലയടിച്ച് പൊട്ടിച്ചല്ല അവരെ നേരിടേണ്ടത്. ഇപ്പോൾ നേരിട്ട രീതിയിൽ തന്നെയാണ് നേരിടേണ്ടത് എന്ന് തന്നെയാണ്. അതിന് ആര് സമരം ചെയ്താലും അതിലേ ഉള്ള വ്യത്യാസം. അല്ലാതെ ഇതൊരു സമാധാനപൂർണ്ണമായ സമരമായിരുന്നു, മറ്റേതെല്ലാം അക്രമം നടത്തിയോണ്ടാണ് തള്ളിയത് എന്ന് പറയുന്ന ന്യായം ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ കോളേജുകളിൽ ഇപ്പൊ സമരം നടക്കുന്നുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മെഡിക്കൽ കോളേജുകളിൽ സമരം നടന്നു. എവിടെയെങ്കിലും ലത്തി ചാർജോ അല്ലെങ്കിൽ അത്ര ശ്രീ സുരേന്ദ്രൻ, ഞാനും താങ്കളും ഒക്കെ ഈ നാട്ടിൽ തന്നെയല്ലേ ജീവിക്കുന്നത്. ഈ സമരങ്ങളും കൂടെ കടന്നു വന്ന ആളുകളൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് താങ്കൾ അത് ന്യായീകരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, താങ്കൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾക്ക് ന്യായീകരിക്കാൻ വേണ്ടി വേണമെങ്കിൽ പറയാം. അത്ര അക്രമം കാണിച്ചു കഴിഞ്ഞാൽ അടി കൊടുക്കും. അക്രമം കാണിച്ചാൽ അടി കൊടുക്കാൻ അല്ല പോലീസുകാർ നിൽക്കുന്നത്. പിള്ളേരെ അടിക്കാനൊന്നും അല്ല പോലീസുകാർ നിൽക്കുന്നത്. പോലീസുകാർ പിള്ളേരെ അടിക്കാൻ വേണ്ടി അല്ല ഒരു നാട്ടിലെയും പോലീസ് നിൽക്കേണ്ടത്. അടി കൊടുക്കാനല്ല പോലീസ് നിൽക്കേണ്ടത്. പോലീസിന്റെ കയ്യിൽ ലാത്തി കൊടുത്തിരിക്കുന്നത് നാട്ടുകാരെ അടിക്കാനല്ല. ഈ നാട്ടിലെ ക്രമസമാധാനം പാലിക്കേണ്ട അത് അടി കൊടുക്കാതെ തന്നെ ഇത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം പോലീസിനുണ്ട്. അതിനുള്ള സംവിധാനം പോലീസിനുണ്ട്. ആയുധം കൊടുക്കുന്നത് അടിക്കാനല്ല, ഗുണ്ടകളല്ല പോലീസുകാർ. ഞാൻ പറയണു, താങ്കളൊന്നും പറഞ്ഞാലും ഇല്ല ശ്രീ സുരേന്ദ്രൻ. പോലീസുകാരുടെ കയ്യിൽ വടിയുണ്ട്, തോക്കുണ്ടെങ്കിൽ ആൾക്കാരുടെ നെഞ്ചത്തോട്ട് വെടിവെക്കാനും അടി കൊടുക്കാനുമാണ് പോലീസുകാരുടെ വടി കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും ചെയ്യാതെ കൈകാര്യം ചെയ്യാനാണ്. അത് പഠിപ്പിച്ചിട്ടാണ് അവരെ അവിടെ വിടുന്നത്. അതന്നെയാ പറയുന്നത്. അക്രമം കാണിച്ചു കഴിഞ്ഞാൽ അവരെ അക്രമം കാണിച്ച് അങ്ങനെയൊക്കെ ചിലപ്പോൾ അക്രമമൊക്കെ ഉണ്ടാവും ശ്രീ സുരേന്ദ്രൻ. അത് SFI ചെയ്താലും KSU ചെയ്താലും ഒക്കെ ഉണ്ടാവും. അത് ഞങ്ങളുടെ ആളുകളാണെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ അവരെ ഒന്നും ചെയ്യേണ്ട, മറ്റൊരാളെങ്കിലും എല്ലാം ചെയ്യാം. അത് ശരിയല്ല. അക്രമം ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിവിധി അവർക്ക് കിട്ടും. അങ്ങനെ പറയാനെങ്കിൽ ഇവിടെ അക്രമം ഉണ്ടായിരുന്നു. ഒരു പ്രതിവിധിയും കണ്ടില്ലല്ലോ. എവിടെ? ഇന്ന് സർവകലാശാല കണ്ടില്ലേ? സമാധാനപൂർവ്വ സമരമായിരുന്നു. കൂടാതെ കല്ലെറിയിൽ അക്രമമാണോ? കല്ലെറിഞ്ഞാൽ മാത്രമേ അക്രമമാകത്തുള്ളൂ. പോലീസിന്റെ ജീപ്പ് ശരി, ഓക്കെ. എന്തായാലും പോലീസിന്റെ ജീപ്പൊക്കെ കത്തിച്ചിട്ട് ഉള്ളതും പോലീസിന്റെ ജീപ്പ് തല്ലി തകർക്കുകയൊക്കെ ഒരുപാട് കാലത്ത് എല്ലാ സംഘടനക്കാരും ചെയ്തിട്ടൊക്കെ ഉണ്ട്.
അതിന് ഏതെങ്കിലും ഒരു സംഘടന മാത്രമൊന്നുമില്ല. അതൊക്കെ വിദ്യാർത്ഥി സംഘടനകളുടെ സ്ഥാപനം. അത് ഒരു പരിധി വിടുമ്പോഴാണ് പോലീസ് ആക്രമിക്കേണ്ടത്. അല്ലാതെ പോലീസ് വരുന്ന സമയത്തിന് മുമ്പ് തന്നെ പോലീസ് അങ്ങ് ആക്രമിച്ച് തീർക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ എതിരെ സമരം വന്നാൽ അവരെ അങ്ങ് ആക്രമിച്ച് തീർത്തേക്കാം എന്ന് പറയുന്ന ഒരു മനോഭാവം ശരിയല്ല എന്നാണ് പറഞ്ഞത്. അത് സമരം ചെയ്യുന്ന ഒരു സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്ക് തീരെ ശരിയല്ല. സാർ കണ്ടിട്ടില്ലേ ഈ സമരങ്ങളൊക്കെ വന്ന് ചെയ്ത് എന്താ പോലീസിന്റെ മേലെ വന്നിട്ട് കയറാണ് ചെയ്യണത്. ഇന്ന് പിന്നെ പോലീസിന്റെ മേലെ അല്ല, പോലീസിന്റെ സൈഡിൽ കൂടെ പോയത് ഇന്ന്. അല്ലല്ല, സൈഡിൽ കൂടെ ഒക്കെ അല്ല. സുരേന്ദ്രൻ ചുമ്മാ വാദിക്കാതെ ഒരു കാര്യമൊക്കെ പറയുമ്പോൾ കുറച്ചൊക്കെ നിഷ്പക്ഷമായി കൂടി ചിന്തിക്കണം. താങ്കളുടെ രാഷ്ട്രീയ അഭിപ്രായമൊക്കെ പറയാം, പക്ഷെ എല്ലാത്തിനെയും അന്ധമായി ന്യായീകരിക്കാൻ നിൽക്കുന്ന അത്ര നല്ലതാണ്. അക്രമം കാണിച്ച് അടി കൊടുക്കണം തന്നെ ഞാൻ പറഞ്ഞത്, വേറെ ഒന്നുമില്ല. ശരി, ഓക്കെ. ശ്രീ അരവിന്ദാക്ഷാണ് പാലക്കാട് നിന്നും. ശ്രീ അരവിന്ദാക്ഷൻ, താങ്കൾ എങ്ങനെയാണ് ഈ ഗവർണർ സർക്കാർ തമ്മിൽ മറ്റൊരു വിഷയത്തിൽ പോരുണ്ടാവുന്നു, അത് സർവകലാശാലയുടെ പ്രവർത്തനത്തെ അടക്കം ബാധിക്കുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നു, അതിനുശേഷം സസ്പെൻഷൻ പിൻവലിച്ചു എന്ന് പറയുന്നു, അതിനുശേഷം മറ്റു ചുമതലകൾ കൊടുക്കുന്നു. എന്തായാലും സർവകലാശാല പ്രവർത്തനത്തെ അടക്കം ബാധിക്കുന്ന തരത്തിലേക്ക് ഇത് നീങ്ങുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെ നടക്കേണ്ടത് അന്തരീക്ഷവും പഠനവുമാണ്. ഇപ്പൊ സത്യത്തില് വൈസ് ചാൻസലർമാരും ഒരു സർവകലാശാലകളിലും ഇല്ല, ഒരു യൂണിവേഴ്സിറ്റി കോളേജുകളിലെ പ്രിൻസിപ്പൽമാരും ഇല്ല, പഠനവും ഇല്ല. ഇത്തരം സമരങ്ങളൊക്കെ തന്നെ പുറം ലോകം കാണുമ്പോൾ എന്താ ചെയ്യുക? ക്ലാസ്സുകളിൽ ഇവിടുത്തെ പല കോഴ്സുകളും ഒഴിഞ്ഞെടുക്കുക, പുതിയ കോഴ്സുകളില്ല, പുതിയ സംവിധാനങ്ങളില്ല. ഇവിടെ സമരവും ബോധയും നടന്നിട്ട് ഇവിടെ പഠിക്കുന്നു, എന്ത് ചെയ്യുന്നു? ശരി, ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തുനിന്നും. ശ്രീ ശിവദാസൻ, എങ്ങനെയാണ് ഈ ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ തുടങ്ങിയതാണ്, അതിപ്പോൾ സർവകലാശാലയുടെ സമരക്കളങ്ങളായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം കിരൺ. നമസ്കാരം. മനസ്സാർ മനസ്സാറിനെ കൊണ്ട് കുറവുണ്ടോ സാറേ? കുറവുണ്ട്, പനി കുറവുണ്ട്. മനസ്സാർ അടുത്ത ദിവസം. ഓക്കെ സാർ, എനിക്ക് പറയാനുള്ളത്, നമ്മള് ആര്യമോഹൻ ഖാൻ ഇരുന്ന സമയത്ത് പ്രശ്നമുണ്ടായി. ഇപ്പോൾ ഒരു തക്കതായിട്ട് പക്ക RSRനെ കൊണ്ട് കൊടുത്തു, കറക്റ്റായ കാര്യമാണ്. ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന നമ്മുടെ വിദ്യാർത്ഥികൾ, അവർ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്, അവര് വിദ്യാഭ്യാസ ജീവിതത്തിന് വേണ്ടിയാണ്, അവര് ക്ലാസ്സിന് വേണ്ടിയാണ്, അവര് അവകാശമാണ്. പക്ഷേ 1.5 മണിക്കൂർ സമയം, 2 മണിക്കൂർ സമയം കുട്ടികൾ അതിനകത്ത് കയറി സ്റ്റെപ്പ് കയറി ഇരിക്കുമ്പോൾ നമ്മളെ പോലീസുകാർ, ഞാൻ കാക്കിയുടെ ആഗ്രഹിച്ച ആളാണ്, നമ്മളെ പോലീസുകാർ നോക്കുകുട്ടികളായിരുന്നു. നമ്മളെ പിള്ളേർ മിണ്ടാതിരുന്നു, അവർ മുദ്രാവാക്യം വിളിച്ചു, ചാടി അകത്ത് കയറി. അവർ രീതി അങ്ങനെയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മളെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ സാർ അവിടെ വന്നു. ആഹാരം ലൈവായിട്ട് അത് പാവപ്പെട്ട കുഞ്ഞുങ്ങൾ മുമ്പ് വന്ന് അത് പറയുന്നത് ഒട്ടും ശരിയല്ല. അവർക്ക് കഴിവുണ്ട്. SOPക്ക് ചങ്കൂറ്റുള്ള പ്രസ്ഥാനമാണ്, വാഴക്കണ്ണ് പോലെയാണ്, ചവിട്ടത്താത്ത മുളച്ചു വരും. ഞാൻ കോൺഗ്രസ്സുകാരനാണ്, പക്ക കോൺഗ്രസ്സുകാരൻ, പൊതുവേദി അറിഞ്ഞിരിക്കണം. ഞാൻ ഒരു കോൺഗ്രസ്സുകാരൻ ഹിന്ദു കുടുംബത്തിലുള്ളവരാണ്. എന്റെ പേര് ശിവദാസ്, എനിക്കിട്ട പേരാണ്. പക്ഷെ ഞാൻ പ്രസിദ്ധിക്കുന്ന പാർട്ടി കോൺഗ്രസ് പ്രവർത്തനം എന്റെ മനസാക്ഷിക്കൊത്തായിരിക്കും, ആധിപത്യ രീതിയിലായിരിക്കും. പക്ഷെ ഇന്ന് കാണിച്ച പോലീസിന്റെ സമീപനവും CPM-ന്റെ സെക്രട്ടറിയും കാണിച്ച സമീപനവും ഒരിക്കലും ശരിയല്ല. അത് വിദ്യാർത്ഥി SOP കുഞ്ഞുങ്ങളെ അദ്ദേഹം അഭിമാനിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റും. അത് ആര് ചിന്തിക്കണം, ആഴത്തിൽ നമ്മളെ പിള്ളേർ ചിന്തിക്കണം. ഇവിടെ എന്നാൽ വരണ്ട, ഒരു രാഷ്ട്രപതിയും വരണ്ട, അവിടെ കഴിവുണ്ട്. ശ്രീ ശിവദാസൻ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. ഇവിടെ കേരളത്തിൽ എത്രയോ ഗവർണർമാർ ഇതിനു മുമ്പ് ഇരുന്നവരാണ്. ഈ 2 പേര് വന്നതിന് ശേഷമാണ് ഈ കേരളത്തിൽ മുഴുവൻ പ്രശ്നങ്ങൾ. അപ്പൊ ഈ വിദ്യാഭ്യാസ മേഖല വരെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ വന്നിരിക്കുന്ന 2 ഗവർണർമാരാണ് ഇവര്. ഇത് കേരളമാണെന്നുള്ളത് എല്ലാവരും ഓർക്കണം. ഇവിടെ വന്നിട്ട് ഈ കളിയൊന്നും നടക്കുന്നതല്ലെന്ന് അവർ മനസ്സിലാക്കിയാൽ നല്ലത്. ഇത് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ശരി, താങ്കളുടെ താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ശശികുമാറാണ് വിളിക്കുന്നത്, എറണാകുളത്ത് നിന്നാണ്. ശ്രീ ശശികുമാർ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഇപ്പോൾ അനാവശ്യ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഈ ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു വിവാദമാണ്, അതിപ്പോൾ ഈ അവസ്ഥയിലടക്കം എത്തിയിരിക്കുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ പറയാം. അത് ഞാൻ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഒരു ചിത്രവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഞാൻ ഇത് ശരിക്കും രാഷ്ട്രീയമാണ്. കാരണം എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, പക്ഷെ ഞാൻ അതൊന്നും പറയുന്നില്ല. ഞാൻ പറയുന്നത് ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒരു തർക്കമാണ്, അല്ലെങ്കിൽ ഒരു വടംവലിയാണ്. അതിൽ കുട്ടികൾ ഇടപെടാതെ മാറി നിന്നിട്ട് ഇവിടെ മന്ത്രിമാരുണ്ട്, മന്ത്രിസഭയുണ്ട്, MP-മാരുണ്ട്, MLA ഉണ്ട്, യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് ഉണ്ട്.
അതുപോലെ മുതിർന്ന ആൾക്കാർ രാഷ്ട്രീയമായിട്ട് ഇത് കൈകാര്യം ചെയ്യട്ടെ. ഈ കുട്ടിക്കുരങ്ങുകൾ ചുടുചോറ് മാന്താതെ അവരവരെ പഠിത്തത്തിലേക്ക് പോകട്ടെ. യൂണിവേഴ്സിറ്റിയെ സംരക്ഷിക്കേണ്ടതും ഉന്നത വിദ്യാഭ്യാസ നിലവാരം കാത്തു സൂക്ഷിക്കേണ്ടതും അതിനെ സംരക്ഷിക്കേണ്ടതല്ല ഇവിടുത്തെ പൊളിറ്റിക്കൽ നേതൃത്വമാണ്. അവർ ഈ കാര്യങ്ങൾ ഏറ്റെടുക്കട്ടെ, കുട്ടികൾ പഠിക്കട്ടെ. ഇതാണ് എൻ്റെ അഭിപ്രായം. ശരി, കുട്ടികൾ പഠിക്കുക മാത്രമല്ല, കുട്ടികൾ സമരം ചെയ്യുകയും കുട്ടികൾ ലോകത്തിൻ്റെ കാര്യങ്ങൾ ഇടപെടുകയും ഒക്കെ വേണം. അങ്ങനെയാണ് കുട്ടികൾ പഠിക്കേണ്ടത്. അതുകൂടി പഠിച്ച് വേണം കുട്ടികൾ ഭാവിയിലേക്ക് വരുന്നത്. അതല്ലേ ഒരു ശരിയായ വളർച്ച എന്ന് പറയുന്നത്. ശ്രീ ബാലനാണ് പാലക്കാട് നിന്നും. ശ്രീ ബാലൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം, പറഞ്ഞോളൂ. അല്ല, നമ്മുടെ മനു എന്ത് പറ്റി? മനു എത്തും, മനു 2 ദിവസങ്ങളിൽ എത്തും. പുള്ളിനെ കുറെ ദിവസം കാണാതിരിക്കുമ്പോഴേ പുള്ളി പനിയായിട്ട് ഒരാഴ്ച അവധിയെടുത്താണ്. പിന്നെ നമ്മുടെ ഒരുപാട് ന്യായീകരണ തൊഴിലാളികൾ, അതായത് ഇപ്പം ഇവിടെ ഒരു അനുഭാവി അതെല്ലാം നിഷ്പക്ഷത നിൽക്കുന്നവരല്ല, അവരെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഡിവൈസിക്ക് വിളിക്കാം വൈകിട്ട്. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ചാൽ അവർക്കും ഗുണമുണ്ട്. ഈ ചാനലിന് മറ്റേ നല്ല അവരുടെ പെർഫോമൻസ്, ഈ ചർച്ചയിൽ പെർഫോമൻസ് നന്നായവരെന്നാണ് MLA യും മന്ത്രിയും സ്പീക്കറും ജില്ലാ സെക്രട്ടറിയും പാർട്ടിയുടെ കോർപ്പറേഷൻ സ്ഥാനങ്ങൾക്ക് കിട്ടുക. അവർക്കും ഗുണമുണ്ട്. മാത്രമല്ല അവിടെ വാദം പ്രതിവാദമൊക്കെ നടക്കുമല്ലോ. ഈ ഏകപക്ഷീയമായിട്ട് കഥാപ്രസംഗം നടത്തി പോലില്ലോ. അതാണ് ഒരു കാര്യം. പിന്നിപ്പോ ആരിഫ് ഖാൻ പോയപ്പോ ഇവിടെ വന്ന് അർലേക്കർ വന്നപ്പോ അയ്യോ ഇന്ത്യയിൽ ഇത്രയും നല്ലൊരു ഗവർണർ ഉണ്ടായില്ല എന്ന് പറഞ്ഞവരാ ഇവർ ഇത്ര പെട്ടെന്ന് ഈ മധുവിധം അവസാനിച്ചോ? അത് നോക്കണേ. MLA-മാർക്ക് സ്വീകരണം കൊടുക്കുന്നു, MP-മാർക്ക് പിന്നെ വിരുന്ന് കൊടുക്കുന്നു, മുഖ്യമന്ത്രിക്ക് വിരുന്ന് കൊടുക്കുന്നു, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് വിരുന്ന് കൊടുക്കും. മാത്രമല്ല കേരളത്തിന്റെ വിവരങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ഡൽഹി പോയപ്പോഴും ഈ ഗവർണറൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഭായി. ആളുകളെ പറ്റിക്കാൻ വേണ്ടി, കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എന്ന് പറഞ്ഞു. ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോ പത്തനംതിട്ടയിൽ പാറമട പ്രശ്നമുണ്ടായി, ആരോഗ്യ പ്രശ്നങ്ങൾ നടക്കുന്നത്, ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നത്. ഇതിന്റെ ഇടയിൽ ജനങ്ങളുടെ ശ്രദ്ധ വിട്ടിടാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഒരു ഗിമ്മിക്കായിട്ട് എനിക്കൊന്നും തോന്നുള്ളൂ. ഓക്കെ, ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സിദ്ദിഖാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സിദ്ദിഖ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്കും ഇപ്പൊ നേരത്തെ പറഞ്ഞ സാറ് പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ്. കാരണം ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒരുപാട് കിടക്കുകയാണ്. ഈ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഒരുപാട് ജനദ്രോഹ പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അതിനെതിരെ പ്രതിപക്ഷം സമരം ചെയ്യുമ്പോൾ അതൊന്നും ജനങ്ങളുടെ ശ്രദ്ധയിൽ പെടാതിരിക്കാൻ വേണ്ടി ഈ BJP-യും ഈ മാർക്സിസ്റ്റ് പാർട്ടിയും കൂടിയിട്ട് ഇങ്ങനെ ഓരോ ചക്ലത്തി പോരാട്ടം നടത്തി ഈ വിദ്യാർത്ഥികളെ പിന്നെ തെരുവിലിറക്കിയിരിക്കുക. ഇവരെ ഈ ചക്ലത്തി പോരാട്ടം കാണാൻ വേണ്ടി കണ്ടുകൊണ്ടിരിക്കുക ജനങ്ങൾ. ഇവിടുത്തെ ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഈ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ ഈ പ്രതിപക്ഷത്തിന്റെ ഈ സമര പരിപാടികളൊന്നും നടക്കണില്ല. ഇതിന്റെ ഇടയിൽ ഇവരെ പരിപാടി കാരണം ഈ പരിപാടികളൊക്കെ മുങ്ങിപ്പോവുക. ഇങ്ങനെ ഒരു നാടകം കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇത് വലിയ അപകടമാണ്. കാരണം ഇതിപ്പോ ഒരു ഗവർണർ വെറുതെ അവരെ റൂമിൽ പിന്നെ ഫോട്ടോ വെച്ച് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്ത് ഈ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്ക് ഒരു ആയുധം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇവിടെ സാധാരണ ജനങ്ങൾ ജീവിക്കാൻ പൊറുതിമുട്ടി നടക്കുക. ഇവിടെ വിലക്കയറ്റം, അതുപോലെ തന്നെ ഇപ്പൊ പാറമട ഇപ്പൊ പറഞ്ഞില്ലേ, എല്ലാ പ്രശ്നവും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും. അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ സിദ്ദിഖ്. നമുക്ക് ചില കമന്റുകൾ കൂടി വളരെ വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. ഇത് CPM നടത്തിയ പേക്കൂത്ത് പൊളിഞ്ഞു വീഴാൻ ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ട്, അത് മറച്ചു പിടിക്കാനുള്ള തന്ത്രപ്പാട് മാത്രമെന്ന് ദിനേശൻ VK പറയുന്നു. ന്യൂ തിങ്കർ പറയുന്നു, ഇന്ന് സമരം നിയന്ത്രിക്കാൻ കാക്കിയിട്ട് നിൽക്കുന്നത് ഓട്ടോ ടാക്സി തൊഴിലാളികളാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. വിദ്യാഭ്യാസമുള്ള കേരളത്തിൽ വിദ്യാഭ്യാസമില്ലാത്ത അന്യസംസ്ഥാനക്കാർ വന്ന് കുട്ടിച്ചോറാക്കിയെന്ന് ഷാജി കണിയാപ്പറമ്പിൽ പറയുന്നു. ചുവപ്പും പച്ചയും നല്ലതാണെങ്കിൽ കവിക്കെന്താണ് പ്രശ്നം എന്നാണ് ചോദിച്ചത്. കാവി എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഭാരതമാണ്, ഭാരത് മാതാ കീ ജയ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അക്രമികളെ നേരിടാനാണ് പോലീസിന് തോക്കും ലാത്തിയും, അല്ലാതെ ഷോയ്ക്ക് വേണ്ടിയല്ല എന്ന് സതീഷ് പുലിയൂർ പറഞ്ഞിരിക്കുന്നു. അക്രമികളെ നേരിടാൻ വേണ്ടിയാണ്, അല്ലാതെ കുട്ടികളെ നേരിടാൻ വേണ്ടിയല്ല. ഇവൻ TV കണ്ടില്ല, എവിടെയൊന്നും സകലതും ചവിട്ടിപ്പൊളിച്ച് ഇവരാരാണ് അടിക്കാൻ അധികാരം കൊടുത്തതെന്നൊക്കെ ജയകുമാർ ചോദിച്ചിരിക്കുന്നു. എന്തായാലും മറ്റ് ചില തർക്കങ്ങൾ കൂടിയുണ്ട്. സെനറ്റ് ഹാൾ 1 ലക്ഷം രൂപ വാടക കൊടുത്ത് വാടകയ്ക്കെടുത്തവർ എന്ത് പടം ഉപയോഗിക്കാം, കുരിശ് വെക്കാം, ശൂലം വെക്കാം, അത് വാടകയ്ക്കെടുത്ത സമയം വരെ SFIക്ക് അതിലെന്ത് കാര്യം എന്ന് ശശി ബാലകൃഷ്ണൻ ചോദിക്കുന്നു. അങ്ങനെയല്ല, യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ ഒരു പരിപാടി നടത്തുമ്പോൾ അത് എങ്ങനെ ഉള്ള പരിപാടി ആവണം എന്നത് സെനറ്റ് ഹാളിനെ സംബന്ധിച്ച് അതൊരു മറ്റ് പരിപാടികൾ കൊടുക്കുമ്പോഴും നിബന്ധനകളോടുകൂടിയാണ് യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാൾ എപ്പോഴും കൊടുക്കുന്നത്. അല്ലാതെ മതപരമായ ചടങ്ങുകൾക്കോ അത്തരം കാര്യങ്ങൾക്കൊന്നും യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാൾ കൊടുക്കാറില്ല. അത് പ്രൈവറ്റ് ഓഡിറ്റോറിയങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ എടുത്ത് അവിടെ എന്ത് പരിപാടി വേണമെങ്കിലും നടത്തുന്നതിന് പ്രശ്നമൊന്നുമില്ല. എന്തായാലും അത്തരം ചില AKG സെൻറ്ററിലെ പഴയ പോലീസായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, ചിലർ അഭിപ്രായങ്ങളൊക്കെ പറയുന്നു.
എന്തായാലും ശ്രീ ഷാജിയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ഷാജി, എന്താണ് താങ്കൾക്ക് ഈ ഗവർണർ സർക്കാർ പോരിൽ ഇപ്പോഴത്തെ ഈ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്? നമസ്കാരം കിരൺ. നമസ്കാരം. അല്ലേ, ഇത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കേരള സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ഒരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഭാരതമാതാവിന്റെ ചിത്രങ്ങളും എല്ലാം വന്നത്. സ്ഥിരപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഇച്ചിരി കടന്നായില്ലേ? സർക്കാരിനെതിരായ അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ കിരൺ, എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ അറ്റത്ത് വേറെ ആരെങ്കിലും പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായി, അതാ ചോദിച്ചത്. മനസ്സിലാക്കാൻ ഞാൻ പറയാം. ഈ കേരളത്തില് ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ആദ്യം മുതൽ തന്നെ പല പരിപാടികളും അവർ നടത്തി. ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഓർമ്മ കാണും, നിങ്ങളൊക്കെ വളരെ സജീവമായിട്ട് റിപ്പോർട്ട് ചെയ്താണ്. ഓരോ ജാഥ, ദേശീയ നേതാക്കൾ വരെ വന്ന് കണ്ണൂരിലെ ചില പ്രാന്തപ്രദേശങ്ങളിൽ കൂടെ പോലും കയറി ഇറങ്ങിപ്പോയ ജാഥകൾ, അതിന്റെയൊക്കെ പല പല ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പല മാർഗങ്ങളിലൂടെയും ശ്രമങ്ങൾ നടത്തിയിട്ട് പരാജയപ്പെട്ടപ്പോഴത്തേക്ക് ഇങ്ങനെ കുറെ കലുഷിതമാക്കുക, അതിനിത് പ്രയോഗിക്കുക, അതിന് അനുസൃതമായിട്ടുള്ള ഗവർണറൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ അത് കിട്ടുന്ന ആ ഒരു അവസരം വിനിയോഗിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലുള്ള അജണ്ട എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അന്നേരം ഇത് ഒരു കോൺഗ്രസ് സുഹൃത്ത് എന്ന് പറഞ്ഞ് രക്തസാക്ഷികളെ സൃഷ്ടിക്കാനാണെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ തെരുവിൽ നടക്കുന്ന സമരങ്ങളെല്ലാം രക്തസാക്ഷികളെ സൃഷ്ടിക്കാനാണെന്നും കൂടെ അദ്ദേഹം പറഞ്ഞിട്ട് പോകണം. അപ്പോ ഇതാണ് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സൈനദാസനാണ് കോഴിക്കോട് നിന്ന്. ശ്രീ സൈനദാസൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം സർ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഒരു രക്ഷിതാക്കൾക്ക് വളരെ ഒരു പ്രയാസം, അത് മനപ്രയാസമുള്ള ഒരു സംഭവമാണ് ഈ കാണുന്നതൊക്കെ. കാരണം നമ്മുടെ മക്കള് ഇങ്ങനെയൊക്കെ എന്താ പറയുന്നത്, വലിയ മക്കളാണ്. കാരണം എൻ്റെ ഒക്കെ പ്രായം തോന്നും ചിലരെ കണ്ടു കഴിഞ്ഞാല്. അപ്പോ ഇത് ആ കുട്ടികളുടെ ഭാവി എന്തായാലും ബാധിക്കും. അതേ എനിക്ക് പറയാനുള്ളൂ. എല്ലാ രക്ഷിതാക്കളും മക്കളെ ഒരു നല്ല വഴി കൂടി നയിക്കാനും കൂടുതൽ നമ്മൾ അക്രമാസക്തരാകാതെ നല്ല ഒരു സൈലന്റ് ഇതിൽ കൂടി കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി അവരുടെ ഭാവി നല്ലൊരു ഇതുണ്ടാവും. അതേ എനിക്ക് പറയാനുള്ളൂ. നമസ്കാരം സർ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ സൈനദാസൻ. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ചില യൂട്യൂബിലെ കമൻറ്റുകൾ കൂടി നമുക്ക് വായിക്കേണ്ടതുണ്ട്. യൂട്യൂബിൽ പരസ്പരമുള്ള തർക്കങ്ങളാണ് ഇതിൽ പകുതിയും. ഗോവിന്ദൻ ആവശ്യം യുവ രക്തസാക്ഷികളെയാണ് എന്നൊക്കെ പറയുന്നു. SK എന്ന് പറയുന്നതാണ് പറയുന്നത്. ഇത് മാഷൊന്നുമല്ല, കാളിമാഷാണെന്ന് രാജീവ് KP പറയുന്നു. ഗോവിന്ദൻ അതോടൊപ്പം തന്നെ അതിന് നിനക്കെന്താ ജയകുമാർ പരസ്പരമുള്ള തർക്കങ്ങളാണ്. ഈ പെട്ടെന്ന് വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ വന്നു പോകുന്നതാണ്. ഗോവിന്ദൻ വന്നപ്പോൾ പോലീസ് വാലുമടക്കി ആസനത്തിൽ തിരികെയെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നമ്പർ 1 കേരളമാണോ ഇത് എന്നുള്ള ചോദ്യമൊക്കെ ഉന്നയിച്ചിരിക്കുന്നു. നമ്പർ 1 ആരോഗ്യം, നമ്മുടെ ചികിത്സ വിദേശത്ത്, നമ്പർ 1 വിദ്യാഭ്യാസം, എല്ലാവരും വിദേശത്ത് പഠിക്കാൻ പോകുന്നു എന്നൊക്കെ രാജീവ് KP പറയുന്നു. ഇപ്പോൾ പെട്രോൾ വില ഒരു പ്രശ്നവും ആർക്കുമല്ലേ? എണ്ണ വില 500 അടുക്കുന്നു. 1 ലിറ്റർ വെളിച്ചെണ്ണയുടെ വില 4.5 ലിറ്റർ പെട്രോൾ കിട്ടും. ഇതൊന്നും പാവങ്ങളുടെ സർക്കാർ അറിയുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. പെട്രോളിൻ്റെ വില കൂടുന്നത് പോലെ അല്ല ശ്രീ സുനിൽകുമാർ വെളിച്ചെണ്ണ ഇപ്പോൾ കൂടുതൽ മലയാളികൾ ഉപഭോക്താക്കളാണ് എങ്കിൽ പോലും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു നാളികേര കർഷകരെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം കൂടിയാണ്. അതിൽ മറിച്ചൊരു ഘടകം താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ മറിച്ചൊരു ഘടകം കൂടി ഉണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. എന്തായാലും നമുക്ക് ഈ പൊതുവേദി അവസാനിപ്പിക്കേണ്ട സമയമാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പക്ക രാഷ്ട്രീയ വിഷയമായതുകൊണ്ട് തന്നെ ആ തരത്തിലേക്കുള്ള ശക്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഉണ്ടായത്. എന്തായാലും നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റു വിഷയവുമായി.